നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവതൃപാദത്തിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ 4 ആഴ്ചകളിലായി വലിയ ദൈവസാന്നിധ്യം നമ്മൾ അനുഭവിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മൾ മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ ആ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവിന്റെ അഭിഷിക്തനായിരിക്കുന്ന അനിയൻ വർഗീസ് അവറുകളെ കർത്താവ് ധാരാളമായി എടുത്ത് ഉപയോഗിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെയിരുന്നു. ദൈവജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥനയോട് കൂടി ആയിരുന്നാട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ചു, ദൈവം നമ്മളെ പരിപാലിച്ചു. ദൈവത്തിന്റെ വലിയ കൃപയാണ് നാം ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ നാട്ടിൽ കർത്താവിന്റെ ദാസനായിരിക്കുന്ന ഭവനത്തിന്റെ ഒക്കെ അടുത്ത് നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ട്. ദൈവജനം ശക്തമായും പ്രാർത്ഥിക്കണം. നമ്മുടെ മീറ്റിങ്ങുകൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ കർത്താവ് ഇടയാക്കരുത്. നാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ മറ്റ് പല ഇടങ്ങളിൽ രാജ്യങ്ങളിൽ നിന്ന് കടന്ന് വന്നിരിക്കുന്ന പലരും ഉണ്ട് നമ്മുടെ കൂടെ. അവരെയൊക്കെ ഓർത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഈ ക്ലാസ് ഒരു അനുഗ്രഹമാകണം, ഒരു വിടുതലാകണം. പ്രൈസ് ദ ലോർഡ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും, പഠിക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ സഹായിക്കണം. ഈ ക്ലാസ് നമ്മൾ തുടങ്ങിയ നാൾ മുതൽ ഈ ദിവസം വരെ, ഈ നിമിഷം വരെ വലിയ ദൈവസാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ ആ കൃപ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ, രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ഷിജോ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ മീറ്റിങ്ങുകൾ ആരംഭിക്കുവാൻ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. സഭയാം കുടുംബങ്ങളെ എല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ എല്ലാവരും ആയിരിക്കുന്നിടത്ത് ദൈവകൃപയുടെ മറവിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി നാം എല്ലാവരും ആയിരിക്കുന്നിടത്ത് ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഷിജോ പീറ്റർ ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹത്വമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പച്ചാ സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവേ സൂമിൻ്റെ പ്ലാറ്റ്ഫോമിൽ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും തന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ തിരുവഴുത്തും ദൈവസ്വാസ്യമാകിയാൽ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഗുണീകരണത്തിനും ശാസനത്തിനും ഒക്കെ കാരണമായി തീരുന്ന ദൈവത്തിൻ്റെ വചനം കർത്താവ് ഞങ്ങൾ പഠിക്കുവാൻ വന്നിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം ചെയ്ത് കർത്താവെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അത് മനസ്സിലാകുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കുമാറാകണം എന്നവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്നും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടിയല്ല കർത്താവെ അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം പഠിച്ച് കർത്താവെ അതിൽ പ്രാവീണ്യം പ്രാപിച്ച് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാനും ഞങ്ങളുടെ സഭയ്ക്കും കുടുംബത്തിനും ഒക്കെ ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനേകരെ കൂട്ടിവരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ ഇടയാക്കുമാറാകണം അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം പറഞ്ഞു തരുന്ന തൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തൻ്റെ ദാസന് വേണ്ടതായ കൃപയും ബലവും അവിടുന്ന് ആവശ്യത്തിലധികമായി കർത്താവ് അവിടുന്ന് നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തൻ്റെ ദേശത്ത് ആയിരിക്കുന്ന ഇപ്പോൾ പ്രതികൂലത്തിൻ്റെ കാലാവസ്ഥയൊക്കെ കണ്ടല്ലോ കർത്താവെ, അതൊക്കെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അറിയുന്ന കർത്താവെ തൻ്റെ മക്കൾക്ക് കർത്താവെ തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത സമയം പ്രാർത്ഥിക്കുന്നു. കർത്താവെ
ആദിയോടന്തം കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ കോട്ടയാൽ കർത്താവെ അവിടുന്ന് ചുറ്റും അവിടുന്ന് കാവലുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കത് മനസ്സിലാക്കി തീർക്കുന്ന രീതിയിൽ തൻ്റെ ദാസനിലൂടെ അത് പകർന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവടിയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാട്ട് കർത്താവെ, ഞങ്ങളുടെ സ്തുതി സ്തോത്രവും എല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ. കർത്താവെ, അല്പനേരം നിൻ്റെ സന്നിധിയിൽ ഞങ്ങളിരിക്കുമ്പോൾ ആവശ്യമായ ബലവും കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾക്ക് ആജീവിച്ച കർത്താവിൻ്റെ ശുദ്ധവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ഒരല്പസമയം നമ്മൾ പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആയിരിക്കുന്നിടത്ത് കരങ്ങളെ അടിച്ച് പാട്ടുപാടി നമുക്ക് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിനായി ഫിന്നിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിൽ പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ കർത്താവിനെ ആരാധിക്കുവാനുള്ള സമയമാണ്. വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവും അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിൻ്റെ വരത്തിൽ കാണുന്നത് പോലെ ആ കർത്താവിൻ്റെ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നാം നന്ദി കരേറ്റുമുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. എണ്ണിയാൽ തീരാത്ത നന്മകൾ നമുക്ക് നൽകി തന്ന നല്ല കർത്താവിനെ ഒന്നിച്ച് നമുക്ക് പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. ആയകലവൻ നമുക്കു മുൻപിലാ നൽവഴികളെ നിരത്തിടുന്നവൻ. ആയകനവൻ നമുക്കു മുൻപിലാ നൽവഴികളെ നിരത്തിടുന്നവൻ. അവൻ നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കേൾപ്പിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവൻ യേശുവേ, നാടെങ്ങും കേൾപ്പിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാതിവേറിലോ പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാതിവേറിലും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നല്ലടേ ദാസനിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നല്ലടേ ദാസനിൽ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിടുന്നവൻ. ഹല്ലേലൂയ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാതിവേറിലോ പ്രയാസവേളയിൽ. പ്രിയ
പ്രിയരേവരും പ്രതികൂലമാകുമ്പോ പാടിലേറിയോ പ്രയാസവേള പൊന്നുകം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ പൊന്നുകം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു കാലുകളേറെ കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്ന് നനച്ചു കാലുകളേറെ കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു എന്റെ ദിനവുകൾ ദൈവം മാറ്റിയെഴുതേ പിന്നെക്കാൾ വഴുതുവാൻ ഇടവനില്ല എന്റെ ദിനവുകൾ ദൈവം മാറ്റിയെഴുതേ പിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ഉള്ളിൽ പോലും നനച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ലഭിച്ചത് ഉള്ളിൽ പോലും നനച്ചതല്ല എന്റെ മേൽ ചൊരിഞ്ഞതല്ല ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുമോ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടും ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഒരു കൂടെയോ തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞെന്നു രസിച്ചപ്പോഴോ ഒരു കൂടെയോ തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞെന്നു രസിച്ചപ്പോഴോ നീ മാത്രമാണ് ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്
ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നനച്ചു. കാലുകളേറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്ന് നനച്ചു. ദൈവം മാറ്റിയെഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ ദീനമുകൾ ദൈവം മാറ്റിയെഴുതി, നിന്നെക്കാൾ വഴുതു ഇട. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. Praise the Lord, hallelujah. Praise the Lord, hallelujah. സന്തോഷത്തോടെ കർത്താവിനെ, നമ്മുടെ യേശു ഉയരത്തിൽ ജീവിക്കുന്ന ആ സന്തോഷത്തോടെ കരങ്ങളെ തട്ടി നാം ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ, ആ കർത്താവിൻ്റെ ദയ ഓർക്കുമ്പോൾ, ആ സ്നേഹം ഓർക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും മതിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം നമ്മെ സ്നേഹിച്ച ആ കർത്താവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ആകുലവേളകളിൽ ആശ്വാസമായി നമ്മുടെ അരികിലേക്ക് ഓടി വരുന്ന കർത്താവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭാരത്തിൻ്റെ നാളുകളിൽ അത്താണിയായി നമ്മുടെ കൂടെ നിൽക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലായ്മയിൽ നമ്മളെ ഉയർത്തിയ ആ കർത്താവിൻ്റെ ദയയും സ്നേഹവുമാണ് പ്രൈസ് ദി ലോർഡ് നമ്മളെ നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ധ്യാനത്തോടെ പ്രൈസ് ദി ലോർഡ്. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാ എൻ ഗ്രഹം എന്തുള്ളൂ. ഓ
പരിശുദ്ധ കർത്താവേ, നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങളെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ വേദ പഠന ക്ലാസിന്റെ കർത്താവേ 5-ാമത്തെ ആഴ്ചക്കാലം ഞങ്ങൾക്ക് പ്രാരംഭ നിമിഷങ്ങളിൽ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നൽകി തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തുടർന്നുള്ള വചന ശുശ്രൂഷകളെ, വചന പഠനത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷിപ്പാൻ ദൈവദാസൻ വരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ട കൃപകൾക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പരിശുദ്ധന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഇന്ന് രാത്രിയിൽ സമർപ്പിച്ചു കൊടുക്കാം. തുടർന്ന് കർത്താവിന്റെ ദാസൻ ക്ലാസ്സുകൾ നയിക്കും. അതിനായി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ ദാസനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 4 ആഴ്ചകളിലും ഐശ്വര്യമായി കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. അത് ഞങ്ങൾക്കും സഭയ്ക്കും അതൊരു അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രിയിലും ഒരുമിച്ചായിരിക്കുന്നത് ദൈവകൃപയാലാണ്. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ കർത്താവിന്റെ ദാസനെ. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ നമ്മളോട് വചനത്തിൽ കൂടെ സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപാദത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കുടുംബം, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, UAE നിന്ന് മാത്രമല്ല അല്ലാതെയും ഒക്കെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടും വിനയത്തോടും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. വളരെ തിരക്കിന്റെ നടുവിലും ബദ്ധപ്പാടുകളുടെ നടുവിലുമാണ് പ്രിയപ്പെട്ട നിങ്ങൾ പലരും അറ്റൻഡ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള സ്നേഹം നിമിത്തം ഈ അധ്വാനമൊക്കെ ദൈവസന്നിധിയിൽ വ്യർത്ഥമല്ല. അതിനെല്ലാം ദൈവം അനുഗ്രഹവും പ്രതിഫലവും തരും എന്നത് സത്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എഫെസോ സഭയുടെ നന്മകളിൽ ചിലതാണ് ഓർത്തത്. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് നാം ഓർക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. തുടർന്ന് 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലായിട്ട് എഫെസോ സഭയുടെ 7 നന്മകൾ നമ്മൾ ഓർത്തു. 1, അവരുടെ പ്രവർത്തികൾ അഥവാ സൽപ്രവർത്തികൾ. 2, അവരുടെ പ്രയത്നങ്ങൾ. അത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലാണ് എന്ന് നാം ഓർക്കുകയുണ്ട്. 3, അവരുടെ സഹിഷ്ണുത. 4, അവരുടെ അസഹിഷ്ണുത. 5, അപ്പോസ്തോലന്മാരല്ലാത്തവരെ പരീക്ഷിച്ച് അവർ കള്ളന്മാർ എന്ന് കണ്ടവരെ ഒഴിവാക്കിയത്. 6, അവർ കർത്താവിന് വേണ്ടി സഹിച്ചത്. 7, അവർ തളർന്നു പോകാതെ കർത്താവിന്റെ വേലയിൽ ആയിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലളിതമായിട്ട് അല്പമായിട്ട് പഠിക്കാനായിട്ട് കർത്താവ് കൃപ നൽകി. നമ്മൾ ഓർക്കുകയുണ്ടായി, സഭകൾക്കുള്ള ദൂത് നമ്മൾ 5ആയി വിഭജിച്ചാണ് പഠിക്കുന്നത്. 1-ാം ഭാഗം എന്ന് പറയുന്നത് കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു. 2, നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. 3, തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. 4, അവർക്ക് ബുദ്ധിയുപദേശം നൽകുന്നു. 5, അവർക്കൊരു പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ആ വിഭജനം. പഠന സൗകര്യത്തിന് വേണ്ടി നമ്മൾ വിഭജിച്ചിട്ടുള്ളതാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി 3-ാമത്തേത് എന്ന് പറയുന്നത് അവർക്ക് തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തിന്മ ഉണ്ടെങ്കിൽ പറയുന്നു എന്ന് പറയാൻ കാരണം, തിന്മയില്ലാത്ത സഭകളുമുണ്ട്. സ്മുർന്ന, ഫിലദൽഫിയ, അവരെ കുറിച്ചൊന്നും തിന്മയായി കുറ്റമായിട്ട് ഒന്നും കാണുന്നില്ല. എന്നാൽ എഫെസോ സഭയെക്കുറിച്ച് കുറ്റമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് 4-ാമത്തെ വാക്യം വായിക്കാം. 2-ാം അധ്യായം 4-ാം വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവരെക്കുറിച്ച്
പറഞ്ഞിരിക്കുന്ന ഒരു കുറ്റമാണ് നാം ഇവിടെ വായിച്ചത്. എന്താണ് എന്ന് ചോദിച്ചാൽ അത് അവര് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. എഫെസോ സഭ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷ ചിലത് വായിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്നോടുള്ള നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവാണല്ലോ ഈ ദൂത് അവരോട് പറയുന്നത്, കർത്താവാണല്ലോ സംസാരിക്കുന്നത്. കർത്താവ് പറയുന്നത്, യു ഡു നോട്ട് ലവ് മീ ആസ് യു ഡിഡ് അറ്റ് ഫസ്റ്റ്. നിങ്ങൾ ആദ്യം എന്നെ സ്നേഹിച്ചതുപോലെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എന്ന ഒരു പരാതി, ഒരു കുറ്റം, ഒരു പരിഭവം, ഒരു സങ്കടം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ ഒരു സങ്കടമാണ് അതിലൂടെ കാണുന്നത്. അത് വായിക്കുമ്പോൾ പൊടുന്നനവെ നോക്കിയാൽ നമുക്ക് വലിയൊരു കുറ്റമായിട്ട് തോന്നുകയില്ല. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, സ്നേഹം ഇല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ആർക്കാ ഇപ്പോഴ് ആദ്യത്തെ സ്നേഹം ഉള്ളത്? ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ ന്യായം പറയാം. പക്ഷേ ഇത് നമ്മുടെ കർത്താവ് വളരെ ഗൗരവമായിട്ടാണ് ഈ തെറ്റ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവമായിട്ട്. അതെങ്ങനെയാ മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, തുടർന്നുള്ള ഭാഗം നമ്മൾ 5-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നീ മടങ്ങി വരുന്നില്ലെങ്കിൽ നിന്റെ വിളക്ക് നിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് പറയുന്നതിനല്ല, എന്ന് പറഞ്ഞാൽ സഭ തന്നെ അവിടെ ഇല്ലാതാക്കി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവാണ് പറയുന്നത്. ആ സഭ തന്നെ അവിടെ നിന്ന് ഇല്ലാതാകുന്ന നിലയിലേക്ക് പോകും, ആയിത്തീരുമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. മടങ്ങി വന്നില്ലെങ്കിൽ. അപ്പോൾ ഇത് ചെറിയൊരു കുറ്റമല്ല, ഒരു വലിയ കുറ്റമാണ് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളത്. ഇനി അതെന്താ ഈ ആദ്യ സ്നേഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? രക്ഷിക്കപ്പെട്ട നാളിൽ, വാസ്തവമായി രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിനോട് കാണിക്കുന്ന ഒരു വലിയ സ്നേഹമുണ്ട്, വലിയൊരു ആത്മാർത്ഥതയുണ്ട്. എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ആത്മീയ ഗാനങ്ങളൊക്കെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ദൈവവചനം വായിക്കാൻ, ദൈവവചനം കേൾക്കുവാൻ, മുട്ടിന്മേൽ നിൽക്കുവാൻ ഒക്കെ വലിയ സന്തോഷമാണ്. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മള് കൂടിവരവുകളിലൊക്കെ നേരത്തെ തന്നെ വരും, നേരത്തെ തന്നെ വന്ന് നേരത്തെ വന്നിട്ടുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ച് സന്തോഷമൊക്കെ ഒന്ന് പുതുക്കി, മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ഒന്നും പോവുകയില്ല. നമ്മുടെ കൂടിവരവൊക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് കറങ്ങി ഒരാളോട് തന്നെ ചിലപ്പോൾ 2-3 പ്രാവശ്യം കൈ കൊടുത്ത് പോട്ടെ എന്ന് പറയും. ഒടുവിൽ പറയുന്നത്, അടുത്ത മീറ്റിങ്ങിന്റെ ദിവസം പറഞ്ഞുകൊണ്ട് വരുന്നത്, അടുത്ത മീറ്റിങ്ങിൽ കാണാം. അത് ഇപ്പൊ ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത ഒരു ബുധനാഴ്ച മീറ്റിംഗ് ഉണ്ട്, ബുധനാഴ്ചത്തെ മീറ്റിങ്ങിൽ നമുക്ക് കാണാം. ബുധനാഴ്ച കഴിയുമ്പോൾ വെള്ളിയാഴ്ച മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആ വെള്ളിയാഴ്ചത്തെ മീറ്റിങ്ങിൽ കാണാം എന്ന് പറഞ്ഞ് മനസ്സോടല്ല പോകുന്നു. അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആശയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിനോട് എന്ത് സ്നേഹമുണ്ടായിരുന്നോ, ആത്മീയ കാര്യങ്ങളിൽ എന്ത് ഉത്സാഹമുണ്ടായിരുന്നോ, അത് കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കുറ്റമല്ല. അത് കർത്താവ് വളരെ ഗൗരവമായി കാണുന്നതും അതുപോലെ തന്നെ വളരെ ഗൗരവമായ ശിക്ഷയും അതിന് പിന്നാലെ ഉണ്ടാകുമെന്നും കൂടെ ആ ഭാഗത്ത് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്കുണ്ടായിരുന്ന ഉത്സാഹം ഇപ്പോൾ നമുക്ക് ഉണ്ടോ? ദൈവത്തോട്, ദൈവിക കാര്യങ്ങളോട്, ആത്മീയ കാര്യങ്ങളോട്, ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രാർത്ഥനയിൽ സമയം വേർതിരിക്കുന്ന കാര്യങ്ങളിൽ, പാട്ടുപാടി സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ, തനിച്ചിരുന്നൊക്കെ പാടുന്നതിൽ, ഒരുമിച്ച് അവസരം കിട്ടിയാൽ ചേർന്ന് പാടുന്നതിൽ ഒക്കെ ആ ഒരു അന്നുണ്ടായിരുന്ന ഉത്സാഹം നമുക്ക് ഇന്നും ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ അത് കർത്താവ് വളരെ ഗൗരവമായി കാണുന്നു. അത് കുറ്റമാണ്, ശിക്ഷാർഹമാണ് എന്ന് തിരിച്ചറിയുക, മടങ്ങി വരിക. അത് പിന്നീട് മടങ്ങി വരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നു മാത്രവുമല്ല, നമ്മള് 4-ാം വാക്യം തുടങ്ങുന്നത് എങ്കിലും എന്നൊരു പ്രയോഗത്തോടു കൂടെയാണ്. ഈ എങ്കിലും എന്ന പ്രയോഗത്തിന് ഒരുപാട് അർത്ഥം ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ,
നോക്കുക, ഈ സഭയെക്കുറിച്ച് ഒരുപാട് നന്മ പറഞ്ഞിട്ടുണ്ട്. 7 നന്മകൾ നമ്മൾ കണ്ടു, അനുഗ്രഹിക്കപ്പെട്ട 7 കാര്യങ്ങൾ. അത് വളരെ ശ്ലാഘനീയമാണ്. പക്ഷെ ആ എങ്കിലും എന്നുള്ള പദം ചേർത്തിരിക്കുമ്പോൾ അത് മുഴുവൻ നിഷ്പ്രഭമായി പോവുകയാണ്. ഇത്രയും നന്മയുണ്ടെങ്കിലും ഈ ഒരൊറ്റ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നന്മകളൊക്കെ നിഷ്പ്രഭം, ഒരു പ്രയോജനവും ഇല്ലാത്തതായി തീരുകയാണ്. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഒരു സംഭവം വന്ന്, ഞാൻ ആ വാക്യം വായിക്കുന്നില്ല. ആ വാക്യം വായിക്കാതെ റെഫറൻസ് ഞാൻ പറയാം, സംഭവം പറയാം. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നയമാനെ പറ്റി വായിക്കുന്നുണ്ട്. നയമാനെ പറ്റി 5 കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് പോസിറ്റീവായി. നയമാൻ ആരാം രാജാവിന്റെ സേനാപതിയാണ്, എവിടെ യുദ്ധത്തിന് പോയാലും ജയിക്കും, മാന്യനാണ്, മഹാനാണ്, പരാക്രമശാലിയാണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ അവനെക്കുറിച്ച് നന്മയായി പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു എന്നാ പറയുന്നത്. അതോടുകൂടി പോയില്ലേ എല്ലാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എന്തെല്ലാം നന്മയുണ്ടെങ്കിലും, ആത്മീയ കാര്യങ്ങളിൽ എന്തെല്ലാം നല്ലതായി നമ്മളെക്കുറിച്ച് പറയാൻ ഉണ്ട് എങ്കിലും, ഒരുപക്ഷെ വചനം വായിക്കുന്നതിലൊക്കെ താല്പര്യമോ അല്ലെ ആത്മീയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ആദ്യ സ്നേഹം, കർത്താവിനോടുള്ള ആദ്യ ആത്മാർത്ഥമായ സ്നേഹം പുറമെ കാണിക്കുന്നതല്ലാതെ ഹൃദയപൂർവ്വമുള്ള ആ സ്നേഹം രക്ഷിക്കപ്പെട്ട നാളുകളിൽ നമുക്കുണ്ടായിരുന്നത് പോലെ ഇല്ലെങ്കിൽ വലിയ കുറ്റമാണ് എന്നുള്ളതാണ്. അത് നമ്മള് മത്തായിയുടെ സുവിശേഷം അതും വായിക്കാതെ വിടാം, പരിചയമുള്ള ചില വാക്യങ്ങൾ വായിക്കാതെ തന്നെ വിടാം. നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണം നമ്മൾ പഠിക്കുമ്പോൾ അറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലാണ്. അതിൽ 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉത്തരവാദിത്വമായി പറഞ്ഞിരിക്കുന്നത് മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അഥവാ ആത്മീയ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം പിന്നീടേ ഉള്ളൂ. ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടാവും, പിന്നെയും ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒന്നാമത് ദൈവവും തൊട്ടടുത്ത് ദൈവസഭയുമാണ്. അത് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ നമ്മളും നമ്മുടെ വീടും നമുക്കുള്ള എല്ലാം, അത് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കണം. ദൈവം, നമ്മള് തിരുവെഴുത്തൊക്കെ പഠിക്കുമ്പോൾ അത് കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 11:3 വായിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോയാൽ മലിനപ്പെട്ടു, അശുദ്ധര എന്നാണ് വായിക്കുന്നത്. നോക്കുക, അശുദ്ധി ഒന്നും ചെയ്യണ്ട, പാപം ഒന്നും ചെയ്യണ്ട. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ഹൃദയത്തിൽ എപ്പോഴും ആ ഒരൊറ്റ ചിന്ത ക്രിസ്തു, അതിനോട് ചേർന്ന് ക്രിസ്തു സഭയുടെ കാര്യങ്ങൾ, നമ്മൾ കൂടി വരുന്ന സഭയുടെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് കൂടിവരവുകൾക്ക് എല്ലാ ശ്രദ്ധയും കൊടുക്കുക, എല്ലാ ബദ്ധപ്പാടും സഹിച്ചാണെങ്കിലും ആത്മീയ കൂടിവരവുകളെ ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ഒരുപാട് ബദ്ധപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ ഈവനിങ് ഷിഫ്റ്റ് ഉള്ളവരെ, നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരെ ഒക്കെ ഉണ്ട്. പിന്നെ ദീർഘദൂരം ഒരുപക്ഷെ യാത്ര ചെയ്ത സമയത്തിന് എത്താൻ കഴിയാത്ത ആ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് പക്ഷെ അവിടെ നമ്മൾ എടുക്കേണ്ട എല്ലാ എഫേർട്ടും നമ്മൾ എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ അത് വളരെ കുറ്റകരമാണ് എന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇനിയും പറഞ്ഞിരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തോട് മാത്രമല്ല ദൈവജനത്തോടും നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം ഉണ്ടായിരിക്കണം. ഈ സ്നേഹം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഗാപ്പെ എന്ന പദമാണ് ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഗ്രീക്ക് ഭാഷയിൽ 4 പദങ്ങളാണ് സ്നേഹത്തിന് ഉപയോഗിക്കുന്നത്. 4 പദങ്ങൾ. അതിലൊന്ന് ഫിലോ എന്ന വാക്കാണ്. അത് സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയാണ് ആ പദം ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ടും സ്നേഹിക്കും. രണ്ടാമത്തേത് സ്റ്റോർജ് എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കുടുംബ സ്നേഹമാണ്. ഒരു കുടുംബത്തിലുള്ളവർ സ്നേഹിച്ചേ മതിയാകുള്ളല്ലോ. അത് അവരിലെ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് പരസ്പരം സ്നേഹിക്കുക.
മൂന്നാമതുണ്ട് ഇറ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഇറ എന്നൊരു പദമുണ്ട്. അത് ജഡീക സ്നേഹമാണ്, സ്വാർത്ഥ സ്നേഹമാണ്. ദൈവമക്കൾക്ക് ആർക്കും അങ്ങനെയുള്ള സ്നേഹം പാടില്ലാത്തതാണ്. മറ്റൊന്ന് ആണ് അഗാപ്പെ. അത് അൺകണ്ടീഷണൽ ലവ് ആണ്. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, യാതൊരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കാന്നുള്ള കർത്താവിന്റെ ആ സ്നേഹം ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ഒരു വാക്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. കർത്താവിന്റെ സ്നേഹം, ആ സ്നേഹമാണ് നമ്മിൽ ദൈവത്തോടും ദൈവ മക്കളോടും നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്തുകൊണ്ട് ദൈവമക്കളോടും ഉണ്ടായിരിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതുകൊണ്ട് നമ്മിൽ ആ സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പൊ കർത്താവിനോടുണ്ടായിരിക്കണം. അത് മാത്രം പോരാ, ദൈവ മക്കളോടും നമുക്ക് ആ സ്നേഹം ഉണ്ടായിരിക്കണം. അത് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന സ്നേഹം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, ആ സ്നേഹമാണ് നമ്മിൽ കാണപ്പെടേണ്ടത്. എഫേസ്യർ 3:18. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. മതി. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയാണ്, ദൈവ സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കുക, ശ്രദ്ധിച്ച മനോഹരമായ ഒരു വാക്യമാണത്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒന്ന് അളക്കുമ്പോൾ 3 ഡയമെൻഷൻ മാത്രം, 3 അളവുകളാണ് സാധാരണയുള്ളത്. ഒന്ന് നീളം, മറ്റൊന്ന് വീതി, പിന്നെ ഉയരം. അതല്ലെങ്കിൽ നീളം, വീതി, ആഴം, അങ്ങനെയാണ് സാധാരണ അളവ്. പക്ഷെ ഇതിന് 4 ഡയമെൻഷനാണ്. വീതിയുണ്ട്, നീളമുണ്ട്, ഉയരമുണ്ട്, പിന്നെ ആഴവുമുണ്ട്. അതാണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്നേഹമാണ് നമ്മിൽ കാണപ്പെടേണ്ടത്. ദൈവമക്കളോടും ഉണ്ടായിരിക്കണം. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ദൈവമക്കളോട് ഈ സ്നേഹം ഉണ്ടായിരിക്കണം. എന്താണ് ഈ ദൈവസ്നേഹത്തിന്റെ ഈ 4 അളവ് കാണിക്കുന്നത്? ഇനി വേറെ ഒരു രസകരമായ ഒരു കാര്യം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മനോഹരമായ കാര്യം കൂടെ ഉണ്ട്. വീതി, നീളം, ഉയരം, ആഴം എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ അത് എത്ര ഇഞ്ചാണെന്നോ എത്ര മീറ്റർ ആണെന്നോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം മീറ്റർ കൊണ്ടോ കിലോമീറ്റർ കൊണ്ടോ ഒന്നും അളക്കാൻ പറ്റത്തില്ല, അത്ര വലുതാണ്. ആ വീതി നമുക്ക് കണക്കാക്കാൻ, ദൈവസ്നേഹത്തിന്റെ വീതി കണക്കാക്കാൻ പറ്റുകയില്ല, ദൈവസ്നേഹത്തിന്റെ നീളം കണക്കാക്കാൻ പറ്റുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അവിടെ വീതി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. വീതി എത്ര സെന്റിമീറ്റർ അല്ലെ മീറ്റർ കിലോമീറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ദൈവസ്നേഹം. ഇതുപോലെയുള്ള സ്നേഹമാണ് നമ്മിൽ ഉണ്ടായിരിക്കണം. ഞാനത് ഒന്നുകൂടെ വിശദീകരിക്കാം. ദൈവസ്നേഹത്തിന്റെ വീതി എന്ന് പറയുന്നത് ഒരു ധ്രുവം മുതൽ മറ്റേ ധ്രുവം വരെ എത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. ഒരു വ്യക്തിക്ക് പോലും പറയാൻ കഴിയുകയില്ല ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. കാരണം സകലരെയും സ്നേഹിക്കുന്നു. അതാണ് ആ വീതി. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു. രണ്ടാമത്തേത് നീളം എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് പറയാം, പൂർവ്വ നിത്യത മുതൽ ഭാവി നിത്യത വരെ എന്ന് പറഞ്ഞാല് ആ സ്നേഹം എന്ന് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ സ്നേഹം ആരംഭിച്ചത് എന്ന്, ദൈവം എന്നുണ്ടോ അന്ന് മുതലേ ആ സ്നേഹമുണ്ട്. അതൊരിക്കലും അവസാനിക്കുന്നതുമല്ല, അത് ഭാവി നിത്യത വരെ അങ്ങ് നീണ്ടു കിടക്കുന്നതാണ്. അതാണ് ദൈവസ്നേഹത്തിന്റെ നീളം. അടുത്തത് ദൈവസ്നേഹത്തിന്റെ ഉയരമാണ്. ദൈവസ്നേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത് നമ്മളെ ഉയരത്തിലെത്തിക്കുന്ന സ്നേഹമാണ്, നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന സ്നേഹമാണ്. അതുപോലെ തന്നെ ദൈവസ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത് നമ്മൾ എവിടെ കിടക്കുന്നു അവിടേക്ക് ഇറങ്ങി വന്ന് സ്നേഹിക്കുന്ന. കർത്താവ് നമ്മെ സ്വർഗത്തിൽ ഇരുന്ന് സ്നേഹിക്കല്ലേ ചെയ്തത്, സ്വർഗത്തിൽ ഇരുന്ന് സ്നേഹിച്ചു. പക്ഷെ ആ സ്നേഹം പൂർത്തീകരിച്ചത് നമ്മൾ ജീവിക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിച്ചാണ് ആ സ്നേഹം വെളിപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ വീതി, നീളം, ഉയരം, ആഴം, അതാണ് അഗാപ്പ എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് നമുക്ക് നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടും സകല മനുഷ്യരോടും നമുക്കുണ്ടായിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മളും എല്ലാരെയും സ്നേഹിക്കണം, സകലരെയും സ്നേഹിക്കാൻ കഴിയണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ആ നിലയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം, എല്ലാവരെയും സ്നേഹിക്കാൻ. നമുക്ക് സ്നേഹത്തിലൊക്കെ വ്യത്യാസമില്ലേ? ചിലരോട് കൂടുതൽ സ്നേഹം, ചിലരോട് കുറച്ച് സ്നേഹം, ചിലരോട് ഒത്തിരി സ്നേഹം, ചിലരോട് സ്നേഹമേ ഇല്ല. അങ്ങനെയില്ലേ? അങ്ങനെയല്ല. എല്ലാവരും സ്നേഹിക്കാൻ കഴിയണം.
നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കാൻ കഴിയണം. കർത്താവ് അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? അവിടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപദ്രവിക്കുന്നവർക്ക് വിശക്കുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് കഴിയണം. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. ആരോടും എത്ര നമ്മളെ ദ്രോഹിച്ചവരുണ്ടാകും, നമ്മളെ വല്ലാണ്ട് ശ്വാസം മുട്ടിച്ചവർ കാണും, കണ്ണീര് കുടിപ്പിച്ചവർ കാണും. അവരോടൊന്നും നമുക്കൊരു ശത്രുതയോ വിരോധമോ തോന്നാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സ്നേഹത്തിന്റെ നീളം. നമ്മൾ സ്നേഹിക്കുന്നവരെ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞല്ലോ. ആ സ്നേഹം ഏതെങ്കിലും കാരണത്താൽ നിന്നു പോകരുത്, കുറഞ്ഞു പോകരുത്. നമ്മളെ ദൈവം സ്നേഹിച്ചിരിക്കുന്ന അങ്ങനെ. നമ്മൾ വെറുത്താലും നമ്മളെ സ്നേഹിക്കും, നമ്മൾ വേദനിപ്പിച്ചാലും നമ്മളെ സ്നേഹിക്കും. സ്നേഹിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്നേഹമാണ് നമ്മിൽ കാണേണ്ടത്. അതുപോലെ തന്നെ ദൈവസ്നേഹത്തിന് ഉയരം നമ്മൾ കണ്ടു. നമ്മളെ ഉയർത്തുക, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുക, നമ്മളെ സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ദൈവസ്നേഹം ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കാൾ ഉയരണമെന്ന് ആഗ്രഹിക്കണം. ഇത് ദൈവമക്കളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കണം. എപ്പോഴും നമ്മുടെ ആഗ്രഹം മറ്റുള്ളവർ എന്നെക്കാൾ എല്ലാ നിലയിലും ഉയരണം, കഴിവുള്ളവരാകണം, എല്ലാ നിലയിലും. അത് ഇന്നെന്ന് പറയണ്ടല്ലോ, എല്ലാ നിലയിലും. പക്ഷെ സാധാരണ മനുഷ്യരുടെയൊക്കെ സ്വഭാവം അങ്ങനെ, എല്ലാവരെക്കാളും മേള് ഞാനായിരിക്കണമെന്നാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെക്കാൾ താഴെ ആയിരിക്കണം എന്നാണ്. ദൈവമക്കളെ ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. മറ്റുള്ളവരൊക്കെ എന്നെക്കാൾ ശ്രേഷ്ഠരാകണം, അങ്ങനെ കരുതുകയും വേണം, അങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. അതുപോലെ സ്നേഹത്തിന്റെ ആഴം. ഏതൊരു വ്യക്തിയും അങ്ങോട്ട് ചെന്ന് സ്നേഹിക്കുന്ന സ്നേഹം കർത്താവ് അങ്ങനെയാ ചെയ്തത്. അവര് ഇങ്ങോട്ട് വരട്ടെ എന്നല്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരുടെ ആവശ്യങ്ങളിൽ തുണയായി നിൽക്കുകയും അവരെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യണം. ഒരുപക്ഷെ ആവശ്യത്തിലിരിക്കുന്ന ഒരാൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടല്ല നമ്മൾ സഹായിക്കേണ്ടത്, പകരം അത് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെന്ന് സഹായിക്കണം. ഇതൊക്കെയാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുക. ഇതാണ് അഗാപ്പെ എന്ന് പറയുന്നത്. ഈ സ്നേഹമാണ് കർത്താവ് നമ്മൾ കാണിച്ചത്. അപ്പോൾ കർത്താവിനോട് നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ എത്ര സ്നേഹം ഉണ്ടായിരുന്നു, അത്രേ സ്നേഹത്തിൽ ആത്മീയ കാര്യങ്ങളിൽ സജീവമായിരിക്കുക. അതാണ്. പിന്നെ ദൈവ മക്കളോട് ഈ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന നിലയിലുള്ള സ്നേഹവും ഉണ്ടായിരിക്കുക. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നിലയിൽ വരുന്ന നാളുകളിൽ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ സ്നേഹത്തിന്റെ വലിയൊരു മഹത്വകരമായ ഒരു സ്നേഹ കാവ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 13 അധ്യായത്തിലാണ്. എല്ലാവർക്കും അത് ഓർമ്മയുള്ളതാണ്, അറിയാവുന്നതാണ്. അവിടെ നമുക്കറിയാം 3 ഭാഗങ്ങളുണ്ട് 13 അധ്യായത്തിൽ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ മഹത്വമാണ് കാണുന്നത്, ദൈവസ്നേഹത്തിന്റെ മഹത്വം. 4 മുതൽ 7 വരെയുള്ള ഭാഗത്ത് ദൈവസ്നേഹത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരാളിൽ ദൈവസ്നേഹം ഉണ്ടോ, നമ്മിൽ ദൈവസ്നേഹം ഉണ്ടോ എന്നറിയണമെന്ന് പരീക്ഷിച്ചാൽ മതി. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ഇതൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവസ്നേഹം ഉണ്ടെന്നാണ് അർത്ഥം, ഇല്ലെങ്കിൽ ദൈവസ്നേഹം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഒടുവിലത്തെ 8 മുതൽ 13 വരെയുള്ള ഭാഗത്ത് ദൈവസ്നേഹത്തിന്റെ സ്ഥായിയായ സ്വഭാവം, ശാശ്വത സ്വഭാവമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മിൽ ദൈവസ്നേഹം ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാനും അത് സാധിക്കുന്നു. അപ്പൊ എപ്പോഴും ദൈവസ്നേഹത്തിൽ വേണം. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കൊരിന്ത്യർ ലേഖനം തന്നെ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ അതിമനോഹരമായ അധ്യായങ്ങളാണ്. ഞാനതിനെ സാൻഡ്വിച്ച് ചാപ്റ്റേഴ്സ് എന്നാ പറയുന്നത്. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമുക്കെല്ലാം, പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ കൂടുതൽ അറിയാം. 2 പീസ് ബ്രെഡ്, അതിനിടയ്ക്ക് ഒരു പക്ഷേ വെജിറ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എഗ് ആയിരിക്കും, അല്ലെങ്കിൽ മീറ്റ് ആയിരിക്കും, അത് വെച്ച് അത് കഴിക്കുമ്പോൾ ഒരുമിച്ചാണ് കഴിക്കേണ്ടത്. അത് 3 കഴിച്ചാല് അത് ശരിയായ ടേസ്റ്റ് കിട്ടത്തില്ല. നല്ല ടേസ്റ്റ് കിട്ടണേ അത് 3 കൂടി ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഈ 12, 13, 14 12-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നത് കൃപാവരങ്ങളെ പറ്റിയാണ്. 13-ാം അധ്യായത്തിൽ സ്നേഹം,
14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ കൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് വരുന്ന സത്യം എന്താന്ന് ചോദിച്ചാൽ, കൃപാവരങ്ങൾ പോലും ദൈവ സ്നേഹത്തിൽ വേണം നമ്മൾ പ്രായോഗികമാക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ എന്നുള്ളതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തോടുള്ള സ്നേഹം, ദൈവജനത്തോടുള്ള സ്നേഹം, സകല മനുഷ്യരോടുള്ള സ്നേഹം, അത് ഒരിക്കലും ഓരോ ദിവസം കഴിയുന്തോറും കുറയുകയല്ല വേണ്ടത്, കൂടുകയാണ് വേണ്ടത്. ഇനിയും മുന്നോട്ട് നമ്മൾ പഠിക്കുമ്പോൾ തുയത്തൈര സഭയെ പറ്റി നമ്മൾ പഠിക്കും. ഇതേ അധ്യായത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവരുടെ സ്നേഹം ആദ്യത്തേതിലും വർദ്ധിച്ചു വരുന്നതായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നീട് നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഓർക്കുമല്ലോ. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ആദ്യ സ്നേഹം ഒരിക്കലും വിട്ടുകളയാതിരിപ്പാൻ, വിട്ടുകളയുക എന്നൊക്കെ ഉള്ളതിനകത്ത് അർത്ഥമുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ആ സ്നേഹം തുടരാനും അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും കഴിയും എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. രക്ഷിക്കപ്പെട്ട നാളിൽ ദൈവത്തോടും ദൈവജനത്തോടും നമുക്കുണ്ടായിരുന്ന സ്നേഹം, ആ താല്പര്യം, ആ സന്തോഷം ഇന്നും നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അത് കുറ്റകരമായ അനാസ്ഥയാണ്, അതിന് ശിക്ഷാർഹവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി നമുക്ക് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിരയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇത് അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ്, അല്ലെങ്കിൽ നമ്മളെ വിഭജനത്തിലെ 4-ാം ഭാഗമാണ്. 1, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. 2, അവർക്ക് നന്മ ഉണ്ടെങ്കിൽ പറയുന്നു. 3, അവർക്ക് തിന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു. അതാണല്ലോ നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത്. 4-ാമത് അവർക്ക് കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ്. ബുദ്ധി ഉപദേശമായിട്ട് പറയുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. 1, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കണം. 2, മാനസാന്തരപ്പെടണം. 3, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. ഈ 3 ബുദ്ധി ഉപദേശമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് പുറകാലെ നോക്കാം. അപ്പോൾ ബുദ്ധി ഉപദേശമായി 3 കാര്യങ്ങൾ പറയുന്നു. 1, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക അല്ലെങ്കിൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ആ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നത് ചില ഇംഗ്ലീഷ് പരിഭാഷകൾ നമ്മൾ പരിശോധിക്കാമെങ്കിൽ അതിങ്ങനെയാണ്: നീ എത്ര ഉയരത്തിൽ നിന്ന് വീണിരിക്കുന്നു എന്നാണ്. എത്ര ഉയരത്തിൽ നിന്ന് വീണിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും വർദ്ധിക്കും. അതാണ് ഉയരം കൂടുമ്പോഴുള്ള ഒരു പ്രത്യേകത. അപ്പൊ എത്ര ഉയരത്തിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഉയരത്തിൽ നിന്ന് എന്ന് പറയാൻ കാരണം, നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാം വാക്യം പഠിക്കുമ്പോൾ കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഏറ്റവും വലുത്, ഏറ്റവും ഉന്നതമായത് സ്നേഹമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എത്ര ഉയരത്തിൽ നിന്ന്, അതായത് ഒരു കാരണവശാലും ഒരു ദൈവ പൈതല് ദൈവ സ്നേഹത്തിൽ നിന്ന് ഒട്ടും പുറമോട്ട് പോകാൻ പാടില്ലാത്തതാണ്. ആ ദൈവസ്നേഹം അവനിൽ ഒട്ടും കുറയാൻ പാടില്ലാത്തതാണ്. അത് അത്ര ശ്രേഷ്ഠമാണ്. അത്ര ഉന്നതമായി നമ്മൾ സൂക്ഷിക്കണമെന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എത്ര ഉയരത്തിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പരിഭാഷയോട് എനിക്ക് കാണാൻ സാധിച്ചത് എത്ര ദൂരേക്ക് വീണുപോയി എന്നുള്ളതാണ്. എത്ര ദൂരത്തിൽ നിങ്ങൾ വീണുപോയി എന്നുള്ളതാണ്. ഇത് രണ്ടും ആ വീഴ്ചയുടെ ഭയങ്കരത, അല്ലെ ആ തെറ്റിന്റെ ഗുരുതരാവസ്ഥ കാണിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പൊ അത് ഓർക്കണം. ഒന്നാമത് നമ്മൾ ബോധ്യപ്പെടുക, എൻ്റെ ആദ്യ സ്നേഹത്തിന് കുറവ് വന്നിരിക്കുന്നു. അത് ഒന്നാമത് നമുക്ക് ഉണ്ടാകേണ്ടത് തിരുത്തൽ. അതാണ് ബുദ്ധി ഉപദേശം. 2ാമത് പറഞ്ഞിരിക്കുന്നത്
മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. മാനസാന്തരപ്പെടുക. ദൈവമക്കൾക്ക് മാനസാന്തരം ആവശ്യമാണോ എന്നതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട്. ദൈവമക്കളോടാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്, എഫെസോ സഭയോടാണല്ലോ പറഞ്ഞിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവരോടാണല്ലോ, ദൈവമക്കളോടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവമക്കൾക്ക് മാനസാന്തരം ആവശ്യമാണ്. ഇവിടെ പറയുന്ന മാനസാന്തരം, അല്ലെങ്കിൽ തിരുവെഴുത്തിൽ പറയുന്ന മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സായി തീരണം എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് ക്രിസ്തുവിന്റെ ആണെന്നാണ്, അഥവാ രക്ഷിക്കപ്പെട്ടവരുടെ ഒക്കെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സാണെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ മനസ്സിന് സമാനമായ മനസ്സായി നമ്മുടെ തീരണം. ഇന്ന് പലരും രക്ഷിക്കപ്പെട്ടു എന്നത് ശരി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇതെല്ലാം ശരിയാണെങ്കിലും ഒരു മാനസാന്തരവും ഇല്ലാത്തവരെ കാണുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്ക് മാനസാന്തരം വരാതിരിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും വരും. അപ്പോൾ വാസ്തവമായിട്ട് അവർ രക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ മാനസാന്തരപ്പെടണം. കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടെ പറയുന്ന മാനസാന്തരം മുടിയൻ പുത്രൻ ഉണ്ടായതുപോലെയുള്ള ഒരു മാനസാന്തരം ഉണ്ടാകണം എന്നുള്ളതാണ്. മുടിയൻ പുത്രൻ ഉണ്ടായതുപോലെയുള്ള ഒരു മാനസാന്തരം. നമുക്കറിയാം, അവനേറെ ദൂരേക്ക് പോയി, അപ്പനെ വിട്ട് അവനേറെ ദൂരേക്ക് പോയി. അപ്പന്റെ സ്വത്ത് അവന് വരേണ്ടുന്ന പങ്ക്, അവന് ന്യായമായി ലഭിക്കേണ്ട പങ്ക്, അതും വാങ്ങിച്ചുകൊണ്ട് അവനേറെ ദൂരത്തേക്ക് പോയി. തൽഫലമായിട്ട് അവന്റെ സകലവും നഷ്ടപ്പെട്ടു. അതൊക്കെ നമുക്കറിയാം. അവിടെ വെച്ച് അവനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ മടങ്ങിപ്പോകും. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. എൻ്റെ അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാൻ മടങ്ങിപ്പോകും. ഞാൻ അപ്പനോട് പറയും, അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഒരു ദാസനെ പോലെ എന്നെ സ്വീകരിക്കണം എന്ന് പറയുമെന്നൊരു തീരുമാനം എടുക്കുക മാത്രമല്ല, അവൻ യാത്ര പുറപ്പെട്ടു ഉടൻ തന്നെ. ഇവിടെ വന്ന് അപ്പനോട് അത് പറയാൻ സമ്മതിച്ചില്ല, അത് അപ്പന്റെ സ്നേഹം, പക്ഷെ പറയാൻ അവൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു തീരുമാനം എടുത്തേ പറ്റുകയുള്ളൂ. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം. ഈ തിരക്കിനിടയ്ക്കൊക്കെ നിങ്ങൾ ഓടി വന്നു എന്നുള്ളത് ആ സ്നേഹം കൊണ്ട് തന്നെയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് ഓടിപ്പിടിച്ചാണ് പലരും വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. അതൊക്കെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, അത് വളരെ നല്ലത് തന്നെ. എന്നാൽ ആരെങ്കിലും ഇപ്പോൾ ഈ ഡയറക്റ്റ് കേൾക്കുകയോ ഇനിയും യൂട്യൂബിലേക്ക് വരുമ്പോൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ശ്രദ്ധിച്ചാട്ട്, രക്ഷിക്കപ്പെട്ട നാളിലെ ആ ആത്മീയ താല്പര്യം ഇന്നും ഇല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞിരിക്കുന്നു, ദൈവജനത്തോടുള്ള സ്നേഹം കുറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. അതിന് മാനസാന്തരപ്പെട്ടേ മതിയാകുള്ളൂ. ഇല്ലെങ്കിൽ അത് ശിക്ഷാർഹമായി തീരുമെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. സോറി, മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടും കുറയരുതെന്നുള്ളതാണ്. എങ്ങനെ രക്ഷിക്കപ്പെട്ട നാളിൽ എങ്ങനെ കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു പടി പോലും, ഒരു ഡിഗ്രി പോലും കുറയരുത്. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതാണ് ദൈവജനത്തിന് എഫെസോ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ബുദ്ധി ഉപദേശം. നമ്മൾ ചിന്തിച്ചത് നമ്മുടെ സഭയ്ക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. ആ താല്പര്യം, ആ സ്നേഹം ഇന്നും നമുക്കുണ്ടോ? കുറഞ്ഞു പോയെങ്കിൽ തിരുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടു, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. രണ്ടാം ഭാഗം, അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയുണ്ട്. അല്ലാഞ്ഞാൽ നീ തിരുത്തുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട് ശരിയായ അകത്ത് വ്യത്യാസം വന്ന് നമുക്ക് അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഈ മാനസാന്തരം
അകത്തു മാറ്റം വരാതെ വേണമെങ്കിൽ പുറമേ നമുക്ക് അഭിനയിക്കാം. എനിക്ക് ആദ്യ സ്നേഹം ഉണ്ടെന്ന് അഭിനയിക്കാം. പക്ഷെ നമുക്കറിയാം നമ്മുടെ ദൈവം നോക്കുന്നത് നമ്മൾ നോക്കുന്നത് പോലെ അല്ല. ദൈവത്തിന്റെ കണ്ണിനെ പറ്റി നമ്മൾ 1-ാം അധ്യായത്തിൽ പഠിച്ചു. അത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. ആ കണ്ണുകൊണ്ട് ഹൃദയത്തെയാണ് നോക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ മാനസാന്തരം വരാതെ വേണമെങ്കിൽ നമുക്ക് പുറമേ അഭിനയിച്ച് കാണിക്കാൻ പറ്റും. അതൊക്കെ ദൈവത്തിന് തിരിച്ചറിയാം. പക്ഷെ മനുഷ്യർക്ക് തിരിച്ചറിഞ്ഞെന്ന് ഇരിക്കത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ. അപ്പം പല കാര്യങ്ങൾ, 3 കാര്യം അവിടെ പറഞ്ഞു. ഒന്ന്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർക്കണം, മാനസാന്തരപ്പെടണം, ആദ്യത്തെ പ്രവർത്തിക്കണം. പക്ഷെ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന നോക്കുക, മാനസാന്തരപ്പെടുക. അതാണ് അതിന്റെ കാതലായിട്ടുള്ള ക്രീം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെടണം, അകത്തു മാറ്റം വരണം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ വരികയും എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചല്ല. വരിക എന്നുള്ള വാക്കൊക്കെ കർത്താവ് വരുന്നു അല്ലെ വരവ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും വരുന്നത് കർത്താവിന്റെ മടങ്ങി വരവാണ്, അല്ലെങ്കിൽ മധ്യാകാശപരമാണ് നമ്മുടെ ഹൃദയത്തിൽ സാധാരണഗതി വരുന്നത്. എന്നാൽ ഇവിടെ ഓർക്കേണ്ട കാര്യം അതല്ല. കർത്താവ് സന്ദർശിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമ്മളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദൈവം സന്ദർശിക്കും. വാക്യങ്ങൾ എടുക്കാൻ പോയാൽ ഞാൻ പറഞ്ഞു പോവാ ഒരു സംഭവം, സന്ദർശിക്കുമെന്നുള്ളതിന് ഒരു സംഭവം പറഞ്ഞു പോവാം. നമ്മൾ രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ബത്ലഹേമിൽ ക്ഷാമം വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ക്ഷാമം വന്നപ്പോൾ ഒരു കുടുംബം ബത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയി. ഏറെ വിശദീകരിക്കുന്നില്ല, അത്യാവശ്യമുള്ളത് മാത്രം ഞാൻ ഓർപ്പിക്കുക. ഒരു കുടുംബമേ പോയുള്ളൂ. ശേഷമുള്ളവരെല്ലാം ഞെരുക്കം വന്നെങ്കിലും പഞ്ഞം വന്നെങ്കിലും ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് അവർ ബത്ലഹേമിൽ തന്നെ താമസിച്ചു. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം അവരെ സന്ദർശിച്ച് അവർക്ക് ആഹാരം കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങളിൽ ചില നാളുകൾ അവർ പ്രശ്നങ്ങളിലൂടെ പോകേണ്ടി വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ സന്ദർശിച്ച് അവരുടെ പ്രശ്നം പരിഹരിച്ചു. അതേപോലുള്ള ഒരു പ്രയോഗമായത്. ദൈവം നമ്മളെ ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ ഇടയ്ക്ക് നമ്മുടെ തെറ്റുകളെ തിരുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് ഇടപെടുന്ന സന്ദർഭങ്ങളുണ്ട്. അതാണ് അവിടുത്തെ ആശയം. അതാണ് ഞാൻ ഈ വരികയും എന്ന് പറഞ്ഞാൽ, അല്ലാതെ മടങ്ങി വരവ് അല്ല. ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ആ സഭ തന്നെ ഇല്ലാതാക്കി കളയുമെന്നാണ് പറയുന്നത്. ആ സഭയുടെ പൊതുസ്ഥിതി നമ്മള് തുടക്കത്തിൽ ഓർത്തു. എഫസോസ് എന്ന വാക്കിന്റെ അർത്ഥം അയഞ്ഞ എന്നാണ്. അപ്പൊ അങ്ങനെ ഇതുപോലത്തുള്ള ആത്മീയ താല്പര്യമൊക്കെ കുറയുമ്പോൾ സാധാരണഗതി ചെയ്യുന്നത് ദൈവത്തിന്റെ ദാസന്മാർ, ദൈവം അവിടെ സഭയെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൽഡേഴ്സ്, ഇതൊക്കെ അവരെ ബുദ്ധി ഉപദേശം കൊടുക്കും. ആ ബുദ്ധി ഉപദേശമൊക്കെ തിരസ്കരിച്ചാൽ പിന്നീടാണ് ദൈവം സന്ദർശിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാം. ആത്മീയ കാര്യങ്ങളിൽ സംബന്ധിക്കാത്തവരെ നോട്ട് ചെയ്യുകയും താമസിച്ചു വരുന്നവരെ സംബന്ധിക്കാതിരിക്കുന്നവരോടൊക്കെ ബുദ്ധി ഉപദേശം കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലാതെ സ്ഥിരമായിട്ട് മീറ്റിങ്ങുകൾ ഉഴപ്പരുത്, മീറ്റിങ്ങിന് വരാതിരിക്കരുത്, മറ്റു കാര്യങ്ങൾക്കല്ല പ്രാധാന്യം, ആത്മീയ കാര്യങ്ങൾക്കാണ്, ഇങ്ങനെയുള്ള ബുദ്ധി ഉപദേശങ്ങളൊക്കെ കൊടുക്കാതിരിക്കത്തില്ല. അത് അനുസരിച്ച്, അത് കേട്ട് മനസ്സിലാക്കി അനുസരിച്ച് തിരുത്തിയാൽ കുഴപ്പമില്ല. തിരുത്തുന്നില്ലെങ്കിൽ കർത്താവ് സന്ദർശിക്കും. അതിനകത്ത് ശിക്ഷയും ഉണ്ട് എന്നുള്ള ആശയം ഉണ്ട്. അത് ഓർക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തി, എവിടെയെങ്കിലും നമ്മുടെ ഭാഗത്ത് പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മടങ്ങി വന്ന് ഉത്സാഹത്തോടെ പോകണം. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ അന്ത്യനാളുകളിലാണ് ജീവിക്കുന്നത്. ഇനിയും നമുക്കൊരിക്കലും ഒരു സ്വസ്ഥതയുള്ള ജീവിതം ഈ ഭൂമിയിൽ കിട്ടാൻ പോകുന്നില്ല. കർത്താവ് വന്ന് നമ്മളെ ചേർത്ത് കഴിഞ്ഞ് കിട്ടുന്ന സ്വസ്ഥതയല്ലാതെ ഈ ഭൂമിയിൽ ഒരു സ്ഥലത്തും കിട്ടാൻ പോകുന്നില്ല. ദുബായിലും കിട്ടാൻ പോകുന്നില്ല, ഷാർജയിലും കിട്ടാൻ പോകുന്നില്ല, ഇന്ത്യയിലും ഇല്ല, അമേരിക്കയിലും ഇല്ല. എല്ലാ സ്ഥലത്തെയും സാഹചര്യങ്ങൾ വളരെ, പ്രത്യേകിച്ച് ദൈവജനത്തിന് പ്രതികൂലമായിരിക്കുക. സകലർക്കും ബുദ്ധിമുട്ടാണ്. കാലാവസ്ഥയുടെ വ്യത്യാസം, ദുരന്തങ്ങള്, അതുപോലെ തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പ്രളയം, അതുപോലെ
ഭരണകൂടങ്ങൾ കാണിക്കുന്ന അനീതികള് തുടങ്ങിയുള്ളതൊക്കെ നോക്കിയാൽ ഇനി അങ്ങോട്ട് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയത്തില്ല. അതൊക്കെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവിന്റെ മധ്യാകാശ വരവ് വളരെ അടുത്തു എന്നാണ്, വളരെ സമീപമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇനിയും നമ്മൾ ഉഴപ്പിയാലോ, ആത്മീയ കാര്യങ്ങളിൽ ഉദാസീനത കാണിച്ചാലോ? ദൈവസ്നേഹത്തിൽ വളരെ വിനയത്തിൽ ഞാൻ പറയട്ടെ, ഇനി ഉള്ള കാലം ബദ്ധപ്പാടുകളുടെ നടുവിലായാലും, ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ട് കുറച്ചു നാള്, ഞാൻ ഓർപ്പിച്ചല്ലോ. ആ സമയത്തൊക്കെ ഞായറാഴ്ചയാണ് ആരാധന യോഗം വൈകിട്ട്. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് പുറത്തു പോകുന്ന ജോലിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ പോകുമ്പോൾ ബൈബിളും കൊണ്ടാ പോകുന്നത്. നേരെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് അവിടെ നേരെ ആരാധന സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറെ ദൂരം സഞ്ചരിക്കണം, ഇച്ചിരി ദൂരെയാണ് ആരാധനാലയം അല്ലെ നമുക്ക് കൂടി വരവിനുള്ള സ്ഥലം ഉണ്ടായിരുന്നത്. അവിടേക്ക് നേരെ വരിക, അവിടെ അപ്പോഴത്തേക്ക് കറക്റ്റ് സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ജോലിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോഴേ ബൈബിളുമായിട്ട് പോയി, അങ്ങനെ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ മുഖം കഴുകണമെന്ന് തോന്നും, ചിലപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് തോന്നും, പിന്നെ നമ്മൾ ബൈബിൾ എടുത്തോണ്ടൊന്നും പോക്ക് നടക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് ഉച്ചയ്ക്ക് പോകുമ്പോഴേ അങ്ങനെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മൾ ഇനി സജീവമായേ പറ്റുള്ളൂ. ഒരു തരത്തിൽ കുഴപ്പരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ മീറ്റിങ്ങുകൾ സജീവമാകാത്തതിന്റെ അല്ലെങ്കിൽ വരാത്തതിന്റെ താമസിച്ചു വരുന്നതിന്റെ ഒക്കെ കാരണങ്ങൾ ദൈവത്തോട് പറയുകയും ദൈവം അത് അംഗീകരിക്കുകയും ചെയ്യുന്നതായിരിക്കണം. നമുക്ക് ഇപ്പൊ പാസ്റ്റർ ചോദിച്ചാൽ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട സഹോദരന്മാർ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയാം, ആ പറയുന്നത് സത്യമായിരിക്കണമെന്നില്ല. പക്ഷെ അവർക്ക് തിരിച്ചറിയുന്നു, പക്ഷെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഒരു തരത്തിലും ആത്മീയ കാര്യങ്ങളെ ഉപേക്ഷയായി ഉദാസീനമായി വിചാരിക്കരുത് എന്ന് സ്നേഹത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും നിക്കോലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും അത് ഞാനും വായിക്കുന്നു. അത്രയും കൂടെ വായിക്കാം, ഇരിക്കട്ടെ. നോക്കുക, എങ്കിലും നിക്കോലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. അവിടെ പകയ്ക്കുന്നു എന്നുള്ള വാക്കിനെക്കാട്ടി കുറച്ചുകൂടെ ചേരുന്നത് വെറുക്കുന്നു എന്നുള്ള വാക്കാണ്. പകയ്ക്കുന്നു കുഴപ്പമുണ്ടായിട്ടല്ല, ചില ട്രാൻസ്ലേഷൻ ഞാൻ പരിശോധിച്ചപ്പോൾ വെറുക്കുന്നു എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് ചേരുന്നതായിട്ട് കണ്ടത്. ഇത് ശരിക്കും ഒരു നന്മയാണ് അവരുടെ. അപ്പൊ നമ്മൾ നേരത്തെ ചിന്തിച്ചു, കർത്താവ് തന്നെ പരിചയപ്പെടുത്തിയ ശേഷം പിന്നീട് അവർക്ക് നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, പിന്നെ തിന്മ പറയുക, അങ്ങനെയാ. പക്ഷെ ഇവിടെ ഈ ഒരു വാക്യം മാറിയാ കിടക്കുന്നത്. നമ്മൾ വിഭജിച്ചിരിക്കുന്നത് ബൈബിളായിട്ട് വിഭജിച്ചൊന്നുമല്ല, നമ്മൾ പഠന സൗകര്യത്തിന് വേണ്ടി വിഭജിച്ചതാണ്. മറ്റ് സഭകളെ കുറിച്ചുള്ള പഠനമൊക്കെ വരുമ്പോൾ പൊതുവെ വലിയ കുഴപ്പമില്ല, ഏതാണ്ട് നമ്മൾ വിഭജിക്കുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകാം. എന്നാൽ ചിലടത്ത് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ കാണാം. അതിലൊരു മാറ്റമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ 3-ാം വാക്യത്തോട് ചേർന്ന് വരേണ്ടതാണ്. പക്ഷെ അത് ഇവിടെയാണ് കിടക്കുന്നത്, ബുദ്ധി ഉപദേശവും കൂടെ കഴിഞ്ഞാൽ കിടക്കുന്നത്. എന്താണ് ഇനി നിക്കോലാവിയരുടെ നടപ്പ് എന്ന് പറഞ്ഞാൽ? ഇത് നിക്കോലാവോസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. 2 പദങ്ങൾ ചേർന്ന് വന്നിട്ടുള്ള, ഒന്ന് നിക്ക, മറ്റൊന്ന് ലാവോസ്. നിക്ക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ജയിക്കുക, 2 അർത്ഥമുണ്ട് അതിന്. ജയിക്കുക എന്നും അർത്ഥമുണ്ട്, കീഴ്പ്പെടുത്തുക എന്നും അർത്ഥമുണ്ട്. ലാവോസ് എന്ന് പറഞ്ഞാൽ ജനം എന്നാണ് അർത്ഥം. അപ്പൊ ജനത്തെ കീഴ്പ്പെടുത്തുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതേ പദം തന്നെ എബ്രായ ഭാഷയിലുണ്ട്. അത് എബ്രായ ഭാഷയിലുള്ളത്, ആ വാക്യം ഞാനിപ്പോ ഓർക്കുന്നില്ല, ഞാൻ ഇടയ്ക്ക് ഓർത്താ പറയാം, ഇപ്പൊ ഓർമ്മയിലോട്ട് വരുന്നില്ല. അത് പിന്നെ ഓർക്കുമ്പോ. അപ്പൊ ജനത്തെ കീഴ്പ്പെടുത്തുക, ആശയം എന്താന്ന് ചോദിച്ചാൽ, ദൈവസഭകളിൽ ഒരു കൂട്ടം ജനത്തെ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ്. സഭകളിലൊക്കെ അങ്ങനെ ചില സഭകളൊക്കെ ഉണ്ട്. സഭകൾ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഈ പട്ടത്ത സഭകളിലൊക്കെ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അവിടെ തിരുമേനിമാര് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരും പിന്നെ അല്ലാത്തവർ, അവരും തിരുമേനിമാരായിട്ടും അരമനകളിലും അവരുടെ താമസിക്കുന്ന സ്ഥലത്തെ അരമനയെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ദൈവവചനത്തിന് ചേരുന്നതല്ല. അവര് ജനത്തെ കീഴ്പ്പെടുത്തി, അവര് പരമാധികാരികളായി ാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ദൈവസഭയുടെ ഭരണം ദൈവത്തിനാണ്.
അത് ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ദൈവം നിയോഗിച്ച പാസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എൽഡേഴ്സ് ഉണ്ട്. ആ ദൈവം നിയോഗിച്ച പാസ്റ്റേഴ്സ് അവരെന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അവര് ഭരിക്കുകയല്ല ചെയ്യുന്നത്. അവര് ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ച് ജനത്തെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭരിക്കുക എന്നുള്ള വാക്കും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഭരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ ഭരിക്കുക എന്നുള്ളതാണ്. അവർക്ക് മാതൃകയായി നിന്നുകൊണ്ട് ഭരിക്കുക എന്നുള്ളതാണ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ലെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പരമാധികാരികളായിട്ടല്ല, ദൈവീക ആലോചന പ്രാപിച്ച് അവരെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാസ്റ്ററുടെ ഹൃദയം, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പാസ്റ്റർ, എൽഡർ, ബിഷപ്പ്, ടീച്ചർ, ഇതെല്ലാം ഒരേ ശുശ്രൂഷയിൽ പെടുന്നതാണ്. വ്യത്യസ്ത പേരുകൾ അത് പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് ഓർക്കുക. അപ്പൊ അവർക്ക് ഒരു പിതാവിന്റെ ഹൃദയമാണ് ഒരു പാസ്റ്ററുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ സഭയുടെ പാസ്റ്ററായിട്ട് ദൈവം നിയോഗിച്ച, ദൈവം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓർക്കണം. ഇപ്പൊ ഞാൻ ആ റെഫറൻസ് പറയുന്നില്ല, ഇനി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാനത് പറഞ്ഞോളാം. അതായത് ത്രിയേക ദൈവമാണ് പാസ്റ്റേഴ്സിനെ സഭയിൽ നിയോഗിക്കുന്നത്. ഞാൻ റെഫറൻസ് വേണമെന്ന് പറഞ്ഞേക്കാം, പിന്നെ നിങ്ങൾ വായിച്ചു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവാണ് നിയമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 12:28 വായിക്കുമ്പോൾ അവിടെ ദൈവമാണ് നിയമിക്കുന്നതെന്ന് പറയുന്നുണ്ട്, പിതാവായ ദൈവം. അപ്പോസ്തല പ്രവൃത്തി 20:28 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് നിയമിക്കുന്നതെന്ന് പറയും. ചുരുക്കത്തിൽ ത്രിയേക ദൈവമാണ് ഒരു സ്ഥലം സഭയ്ക്ക് പാസ്റ്റേഴ്സിനെ നിയമിക്കുന്നത് എന്ന് തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അവര് ഒരു വാക്ക് ദൈവസഭയിൽ പറയുന്നെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന് പകരമായി നിന്നുകൊണ്ടാണ് അവർ പറയുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ അവർക്കൊരു പിതാവിന്റെ ഹൃദയമാണ് ഉള്ളത്. ആ ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് ബുദ്ധി ഉപദേശിക്കുന്നതും ചിലപ്പോൾ ശിക്ഷണ നടപടികൾ എടുക്കുന്നതും. അതും എടുക്കേണ്ടി വരും, അച്ചടക്ക നടപടികളൊക്കെ എടുക്കേണ്ടി വരും. അത് എടുക്കുമ്പോൾ ഒരു പിതാവിന്റെ ഹൃദയമാണ്. നമുക്കറിയാം, അപ്പന്മാര് മക്കളെ ശിക്ഷിക്കാറുണ്ട്, ചിലപ്പോൾ അടിക്കാറുണ്ട്. അവർ വടിയെടുത്തിട്ട് കാലേലോ കയ്യേലോ ചിലപ്പോൾ അടിക്കും. നമുക്കറിയാം, അവരെ അടിക്കുന്നതിനൊക്കെ ഒത്തിരി നിയമങ്ങൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇപ്പൊ എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ അവരുടെ കയ്യേലടിച്ചാൽ കൈ വേദനിക്കും, അടിച്ച ആളിന്റെ ഹൃദയം വേദനിക്കും, പിതാവിന്റെ ഹൃദയം വേദനിക്കും. ഇതുപോലെയാണ് ഒരു സഭയിലെ ദൈവമാക്കി വെച്ച പാസ്റ്റേഴ്സ് ചില അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ അവർക്ക് നോവുന്നതിനേക്കാൾ നോവുന്നത് ആ പാസ്റ്ററുടെ ഹൃദയമായിരിക്കും. അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ കീഴ്പ്പെടുത്തിയല്ല ഭരിക്കുന്നത്, പകരം സ്നേഹത്തിൽ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സഭയുടെ രീതി. സഭയ്ക്ക് ദൈവം അങ്ങനെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്നാൽ ചിലര് ഒരു കൂട്ടം ആൾക്കാരെ കീഴ്പ്പെടുത്തി ഭരിക്കുന്ന ഒരു സ്വഭാവം സഭകളിലൊക്കെ നമ്മൾ ഇന്നത്തെ നിലവിലുള്ള സഭകളിലേക്കൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. അവിടെ പറയാണ്, നിങ്ങള് അവിടെ പറഞ്ഞിരിക്കുന്ന 6-ാം വാക്യത്തിൽ, എങ്കിലും നിക്കോലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു, നീ വെറുക്കുന്നു. ആ സഭ അത് ചെയ്യുന്നു. അങ്ങനത്തെ ചില ഉപദേശവുമായിട്ട് ചിലർ അവിടെ കയറി വന്നു, അല്ലെ ചിലർ ആ ഉപദേശം അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ പറയാണ്, അത് നിങ്ങൾ അതിനെ അനുവദിച്ചില്ല, നിങ്ങൾ അതിനെ വെറുത്തു, അത് ഞാനും വെറുക്കുന്നതാണ്. നോക്കുക, തിരുവെഴുത്ത് എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നിക്കോലാവിയരുടെ നടപ്പ് നിങ്ങൾ അല്ലെങ്കിൽ എഫെസോ സഭ വെറുക്കുന്നു, അത് ഞാനും വെറുക്കുന്നു എന്ന് നല്ല അനുഗ്രഹീതമായ ഒരു ഉപദേശമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 7-ാം വാക്യത്തിലേക്ക് വരികയാണ്. 7-ാം വാക്യത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഒരു പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. അതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. തുടക്കത്തിൽ നമ്മൾ കണ്ടു 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പുത്രൻ സംസാരിക്കുന്നുവെന്നാണ് നമ്മൾ കണ്ടത്. പുത്രനാണ് സഭയോട് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. ആത്മാവ് എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്.
ഇപ്പൊ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം ത്രിയേക ദൈവമാണ്. പിതാവ് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അതിന്റെ സാരാംശത്തിൽ അത് വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ചിന്തയാണ്. തുടക്കത്തിൽ പറഞ്ഞു പുത്രനാണെന്ന്, പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു പരിശുദ്ധാത്മാവാണെന്ന്. അതിന്റെ അർത്ഥം പിതാവും പുത്രനും ഒന്നാണ്, അതുപോലെ തന്നെ പുത്രനും പരിശുദ്ധാത്മാവും സാരാംശത്തിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാശയം. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ഞാനിപ്പോ പറഞ്ഞതാണ്, അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവസഭയിൽ ഏതൊരു കാര്യം പറയുന്നെങ്കിലും അത് പരിശുദ്ധാത്മ നിയോഗപ്രകാരം ആയിരിക്കണം. അതാര് പറഞ്ഞാലും. പലപ്പോഴും ദൈവസഭകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവാത്മാവ് തരാത്ത അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ ആരും പറയരുതേ എന്ന് ഞാൻ സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സഭയിൽ പറയുമ്പോൾ അത് ദൈവം തന്നതായിരിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ അത് സഭയ്ക്ക് അനുഗ്രഹമായിരിക്കുകയുള്ളൂ, സഭയ്ക്ക് പ്രയോജനമായിരിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞാൽ സഭയിൽ അത് ഭിന്നത ഉണ്ടാക്കാനേ ഇടയാകുകയുള്ളൂ. ദൈവസഭയിൽ സഭയ്ക്ക് ദോഷം ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ദൈവം കഠിനമായി ശിക്ഷിക്കും. ചിലപ്പോഴല്ല, അത് പരിധി വിട്ടാൽ ദൈവം കൊന്നുകളയും. ഞാനത് തീർത്തങ്ങ് പറയുക. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഓർപ്പിച്ചാൽ എനിക്ക് 72 വയസ്സ് പ്രായമുണ്ട്, ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ട് പറയാം. ദൈവസഭയ്ക്ക് ദോഷം ചെയ്തവർ, നമ്മള് 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നശിപ്പിച്ചേക്കുമെന്നോ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നോ അല്ല, നശിപ്പിക്കും. അവിടെ ആശയം വരുന്നത് എങ്ങനെയാണ്? ദൈവസഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്നവൻ, അതൊരു വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, പല നിലകളിൽ ദൈവസഭയ്ക്കൊരു വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും അതിന് മുന്നോട്ട് പോകുവാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കുന്നവരെ ദൈവം കഠിനമായി ശിക്ഷിക്കും. അതിഭയങ്കരമായ രോഗത്തിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ ഭൂമിയിൽ നിന്നും മാറ്റിക്കളയും. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കാറുള്ളത്, ഇനി ഈ വിഷയം പറയേണ്ടി വരും. ലവോദിക്ക സഭയെക്കുറിച്ചുള്ള ദൂതൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടെ പറയേണ്ടതായിട്ടുണ്ട് ആ സമയത്ത്. എങ്കിലും ഞാൻ ഇപ്പോൾ ഇതെന്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് തന്നതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. ഒരു കാരണവശാലും ദൈവസഭയ്ക്ക് പ്രയാസമുണ്ടാക്കുന്നത്, അത് പരിശുദ്ധാത്മാവ് തരുന്ന പറയുമ്പോൾ ഒരു പ്രശ്നവും വരത്തില്ല. പരിശുദ്ധാത്മാവ് തരുന്നത് അല്ലാതെ ഒന്നും പറയാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്നതേ പറയാവൂ. അത് സഭയ്ക്ക് അനുഗ്രഹമായിരിക്കും, നന്മയായിരിക്കും. ഇല്ല, പരിശുദ്ധാത്മാവ് തരാത്തത് നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും പറഞ്ഞ് സഭയ്ക്ക് അതൊരു വേദനയായി മാറിയാൽ, ഒരു പ്രയാസമായി മാറിയാൽ കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ് ഇവിടെ ദൈവാത്മാവിന്റെ ഉപദേശം. ആത്മാവ് സഭയോട് സംസാരിക്കാൻ ആത്മാവിന് മാത്രമേ അവകാശമുള്ളൂ, ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. അത് എന്നിലൂടെ ആയിക്കൊള്ളട്ടെ, പാസ്റ്റേഴ്സിലൂടെ സംസാരിക്കാം, നമ്മിൽ വിശ്വാസികളിൽ കൂടെ ഒക്കെ സംസാരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പരിശുദ്ധാത്മാവ് തന്നെ ആയിരിക്കണം സംസാരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഭാഗം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അത്രയും സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ആർക്കാ ചെവിയില്ലാത്ത? സാധാരണഗതി എല്ലാവർക്കും ചെവിയുണ്ട്. പിന്നെന്താ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ? എപ്പോഴും നമ്മള് കേൾക്കണമെങ്കിൽ, ഒരു കാര്യം കേൾക്കണമെങ്കിൽ, ഒന്നാമത്തെ ആശയ പറയുന്നത്, കേൾക്കണമെങ്കിൽ കേൾക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകണം, അതിനൊരു ശ്രദ്ധ നമുക്കുണ്ടെങ്കിലേ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഞാൻ സാധാരണ നടക്കാൻ പോകാറുണ്ട്. രാവിലെ 5:30 മണിക്ക് നടക്കും. അപ്പൊ നടക്കാൻ പോകുന്ന പാടം പോലുള്ള സ്ഥലമാണ് ഞങ്ങളുടെ അവിടുത്തെ. ഈ സൈഡിലൊക്കെ പാടമാണ്, ധാരാളം കിളികളുള്ള സ്ഥലമാണ്. പലതരത്തിലുള്ള കിളികളുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് കിളികളെല്ലാം അത് പാടുമായിരിക്കും, ദൈവത്തെ സ്തുതിക്കുമായിരിക്കും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ നിവർത്തിയുള്ളൂ ആയിരിക്കും. പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു വചനം ധ്യാനിച്ചുകൊണ്ടായിരിക്കും ഞാൻ പോകുന്നത്. കാരണം ചിലപ്പോൾ പിറ്റേ ദിവസം ശുശ്രൂഷ തുടർന്ന് പകൽ ശുശ്രൂഷിക്കാൻ ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് ഒക്കെ ഞാൻ ധ്യാനിച്ച കാര്യങ്ങൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആണ് പോകുന്നത്. ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നത്, അങ്ങനെയാ പോകുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു
ഒരു ട്രിപ്പ് പോയിട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ പോയിട്ട് വരുമ്പോഴത്തേക്കിന് ഒരു മെസ്സേജ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടെ ഒന്ന് ധ്യാനിക്കാനും ഓർക്കാനും ഒക്കെ കഴിയും. അപ്പൊ ഇടയ്ക്ക് ഈ കിളികളെല്ലാം എൻ്റെ ചുറ്റും നിന്ന് ഒരുപാട് ചലയ്ക്കുന്നുണ്ട്. അത് പലതരം പക്ഷികൾ. പക്ഷെ ഇതൊന്നും ഞാൻ കേൾക്കാറില്ല. എന്നാൽ ഞാൻ ചില സമയത്ത് മനഃപൂർവ്വമായിട്ട് എൻ്റെ ഈ ചിന്തയൊന്ന് സ്റ്റോപ്പ് ചെയ്യും ഞാൻ. അപ്പൊ എനിക്ക് ഒത്തിരിയും കിളികൾ ചലയ്ക്കുന്ന കേൾക്കാം. അപ്പം ശബ്ദം നമ്മുടെ ചെവിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നില്ല. കാരണം അതിനൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമുക്കൊരു ശ്രദ്ധ വേണം. അതിനൊരു താല്പര്യം ഉണ്ടെങ്കിലേ നമ്മൾ കേൾക്കുകയുള്ളൂ. ദൈവവചനം ഞാൻ ചിലപ്പോൾ ഓർപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് തന്നെ എത്ര അനുഗ്രഹമാണെന്നറിയാമോ? അതനുസരിക്കുന്നത് എത്രയോ അനുഗ്രഹമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള അവസരം നിഷേധിക്കുന്നതും കേട്ടാൽ തന്നെ അത് അവഗണിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും വലിയ ശാപം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അതൊരു ശിക്ഷയാണ്, ശാപമാണ്. ഒരിക്കലും അങ്ങനെ വരരുത്. വചനം കേൾക്കാനുള്ള ഒരു കാത് നമുക്കുണ്ടായിരിക്കണം, ഒരു താല്പര്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആലോചന എന്നുള്ളത്. അതാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവിയുണ്ട്, അതിന് താല്പര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. ഞാൻ അടുത്ത് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്നാണ്. എന്താണ് ഈ ജയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ? ആ ഭാഗം വായിക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്, ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നതെന്ന് ഓർക്കണം, മാനസാന്തരപ്പെടണം, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം, ആ പറഞ്ഞതൊക്കെ അനുസരിക്കുന്നതാണ് ഈ ജയിക്കുക എന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷേല് നമ്മൾ ഈ സഭകൾക്കുള്ള ദൂത എല്ലാം പഠിക്കുമ്പോൾ, ബൈബിള് പൊതുവായി പഠിക്കുമ്പോൾ, ജയിക്കുക എന്നവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പെട്ടെന്ന് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസം വന്നേക്കാം. ജയിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടുക എന്ന അർത്ഥത്തിലാണ്. അത് മനസ്സിലാക്കാനായിട്ട് 2 വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇതിന്റെ വിശദീകരണമുണ്ട്. ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കപ്പെടുക എന്നാണ് അതിന്റെ ആശയം എന്നത് മനസ്സിലാക്കാൻ ഈ 2 വാക്യം വായിക്കാം. 1 യോഹന്നാൻ 5:4-5. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? നമുക്ക് അവിടെ ആശയമുണ്ട്. വിശ്വസിക്കുക, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജനിച്ചവൻ. അപ്പൊ യേശു ക്രിസ്തുള്ള വിശ്വാസത്താലാണ് നമ്മൾ ജയിക്കുന്നത്. എന്തിനാ ജയിക്കുന്നത്? ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ഒക്കെ ജയിക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വരെ നമ്മളെ ഇതെല്ലാം ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകം നമ്മളെ ജയിച്ചു. അതായത് ലോകത്തിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പിശാചിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മുടെ ജഡത്തിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ജഡത്തിന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിച്ചത്. പിശാചിന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിച്ചത്. പിശാചിന്റെ ഇഷ്ടത്തിനൊന്നു മാത്രമല്ല, ഒരർത്ഥത്തിൽ പിശാച് നമ്മളെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഒരു വാക്യം വേണമെങ്കിൽ നോക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. 12-ന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കുക, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ. ജാതികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. പുതിയ നിയമത്തിൽ ജാതികൾ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരെയാണ്. പഴയ നിയമത്തിൽ ജാതികൾ എന്ന് പറയുന്നത് യഹൂദന്മാരല്ലാത്തവർ. പഴയ നിയമത്തിലൊക്കെ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ യഹൂദ കുടുംബത്തിൽ ജനിച്ചവരും, ജാതികൾ എന്ന് പറഞ്ഞാൽ യഹൂദ കുടുംബത്തിൽ ജനിക്കാത്തവരുമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മീയ അർത്ഥത്തിൽ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പറയുന്നത് നാമല്ലോ പരിച്ഛേദനക്കാർ, അല്ലെ നാമല്ലോ യഹൂദന്മാരെന്നാണ് എൻ്റെ മറ്റൊരു വാക്ക്. പരിച്ഛേദനക്കാരെന്നുള്ളതിന്റെ മറ്റൊരു പദം ഉപയോഗിച്ചാൽ യഹൂദന്മാരെന്നാണ്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരൊക്കെ യഹൂദന്മാരും രക്ഷിക്കപ്പെടാത്തവരെ
ജാതികളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ, രക്ഷിക്കപ്പെടാതിരുന്ന കാലത്ത് ഈ നിങ്ങളെ നടത്തിയതുപോലെ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആര്? പിശാച് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, നമ്മൾ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പഠിച്ചു, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ രക്തം ഈ പിശാച് പിടിച്ചിരിക്കുന്നിടത്തോട്ട് അപ്ലൈ ചെയ്യുകയും പിശാച് പിടിവിടുകയും തുടർന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പിടിക്കുകയും നമ്മളെ കൈപിടിച്ച് നടത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വരെയും നമ്മളെ പിശാചാണ് കൈപിടിച്ച് നടത്തിയത്. അപ്പൊ പിശാചിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിച്ചത്. ജഡത്തിന് കീഴ്പ്പെട്ടാണ്, ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിച്ചത്. അതുപോലെ ലോകത്തിന്. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ലോകത്തെ നമ്മൾ ജയിക്കുന്നു, ജഡത്തെ നമ്മൾ ജയിക്കുന്നു. പിന്നെ ജഡത്തെ ജയിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയാണ്, ലോകത്തെ ജയിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയാണ്, പിശാചിനെ ജയിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയാണ്. പിശാചിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചാൽ, നമ്മള് സാധാരണ അധികം പേരും വിചാരിച്ചിരിക്കുന്നത് ദൈവം കഴിഞ്ഞാൽ അടുത്ത ശക്തിയുള്ള ആള് പിശാചാണെന്നാണ് പൊതുവെ മനുഷ്യരുടെ ഒക്കെ ഒരു ധാരണ. എന്നാൽ അങ്ങനെയല്ല. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോലും തെറ്റല്ല, പിശാചിന് ഒരു ശക്തിയില്ല. അതിന് വാക്യങ്ങളൊക്കെ ഉണ്ട്, ഞാനത് എടുക്കാതെ അങ്ങ് പറഞ്ഞു പോകാം. പിശാചിനൊരു ശക്തിയില്ല, അതായത് സ്വയശക്തി ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ സ്വയശക്തി. ഞാൻ ആ വാക്യം ഒന്ന് കാണിച്ചേക്കാം, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞു പോയത് കൊണ്ട് തെറ്റിദ്ധാരണ വരാൻ ഇടവരണ്ട. വെളിപ്പാട് പുസ്തകം തന്നെ 19-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് 19-1. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ആ 2-ാം ഭാഗം എടുക്കാം. രക്ഷയും ശക്തിയും മഹത്വവും നമ്മുടെ ദൈവത്തിനുള്ളത് എന്നാണ്. അതിന് ഓരോന്നെടുക്കാം. രക്ഷ ദൈവത്തിനല്ലാതെ ആർക്കേലും രക്ഷ തരാൻ കഴിയുമോ? അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? രക്ഷ നമ്മുടെ ദൈവത്തിന് മാത്രമുള്ളതാണ്, ദൈവത്തിന് മാത്രമേ നമുക്ക് രക്ഷ തരാൻ കഴിയൂ. രണ്ടാമത്തേത് മഹത്വം. മഹത്വത്തെ കുറിച്ച് നമുക്കറിയാം, എന്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. മഹത്വം ദൈവത്തിന് മാത്രം. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമം മഹത്വപ്പെടേണ്ടത്. മഹത്വം എപ്പോഴും ദൈവത്തിലേക്ക് മാത്രം പോകണം, ദൈവത്തിന് മാത്രമേ മഹത്വം സ്വീകരിക്കുവാൻ അർഹതയുള്ളൂ. അപ്പം ശക്തിയും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാര്യവും നമുക്ക് ആർക്കും ശക്തിയില്ലെന്ന് ഓർക്കണം. ദൈവം അനുവദിക്കുന്ന ഒരു ശക്തിയെ നമുക്കുള്ളൂ. ഇതുപോലെ പിശാചിനും ദൈവം അനുവദിക്കുന്ന ഒരു ശക്തി, സ്വയശക്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ഓർക്കണം. പിശാചെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് സാധാരണഗതി ചിന്തിക്കുക അതിന് ശക്തിയൊക്കെ ഉണ്ടെന്ന്. ദൈവം അനുവദിക്കുന്ന ഒരു ശക്തി അതിനുണ്ട്. പക്ഷെ നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും വായിക്കുന്നുണ്ട്, ദൈവത്തിനു കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്ന ഒരു പുള്ളിയാ നമ്മുടെ മുൻപിൽ. പക്ഷെ നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം. നമ്മുടെ ശക്തി കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് സ്വീകരിച്ച് സംഭരിച്ചു പിശാചിനോട് എതിർത്ത് നിന്നാൽ പിശാച് ഓടിപ്പോകും. പിശാചിന് പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഓർക്കാം. അപ്പൊ ജയിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളത് 1 യോഹന്നാൻ 5:4-5 വാക്യങ്ങളിൽ കണ്ടു. അതാണ് ജയിക്കുന്നത്. അപ്പൊ ജയിക്കുന്നവന് അഥവാ രക്ഷിക്കപ്പെടുന്നവന് എന്താ പാരിതോഷികം പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവവൃക്ഷത്തെ പറ്റി ആദ്യം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അവിടെ നിന്ന് 1-2 വാക്യങ്ങളൊന്ന് പ്രാരംഭമായിട്ട് വായിക്കാം. ആദ്യം നമുക്ക് ഉൽപ്പത്തി 3:22 വായിക്കാം. യഹോവയായ ദൈവം 3:22. മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. ഓക്കെ. നമുക്ക് അറിയാം, ഏദൻ തോട്ടം, അതിൽ നിറയെ തിന്നാൻ
കൊള്ളാവുന്നതും കാണാൻ ഭംഗിയുള്ളതുമായ പല വൃക്ഷങ്ങളാണ് അത് നിറയെ ഉള്ളത്. ആ തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷമാണ്. അതിലൊന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷമാണ്, മറ്റൊന്ന് ജീവവൃക്ഷമാണ് ഉള്ളത്. അപ്പൊ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രമേ തിന്നാതിരിക്കേണ്ടതുള്ളൂ. അത് മാത്രമേ തിന്നരുതെന്ന് പറഞ്ഞുള്ളൂ. ബാക്കി ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ഒരിക്കലും ഇത് തിന്നേണ്ട ഒരാവശ്യമില്ല. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഒരു പഴം തിന്നേന്റെ പേരിലാണോ ഇത്രയും പ്രശ്നമൊക്കെ ദൈവം ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തിന്നേണ്ട ഒരാവശ്യവും ഇല്ല. അതുപോലെയോ അതിനേക്കാൾ ഭംഗിയുള്ളതോ തിന്നാനും കാണാനും ഒക്കെ ഭംഗിയുള്ളതും തിന്നാൻ കൊള്ളാവുന്നതുമായ വൃക്ഷഫലങ്ങൾ നിറയുണ്ട്. പക്ഷേ അവരോട് എന്ത് തിന്നരുതെന്ന് പറഞ്ഞാൽ അത് തിന്നും, അതങ്ങനെ പാപം ചെയ്തു. അപ്പോൾ ദൈവം അവരെ അവിടെ നിന്ന് ഇറക്കിക്കളയാനുള്ള കാരണമാണ് അവിടെ പറയുന്നത്. എന്താണ്? അവര് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാൻ ഇടവരരുത്. അപ്പൊ അവര് നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ അവര് പാപികളായി മാറി. ഇനി അവർ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ തിന്നാനായിട്ട് പാടില്ല. പാപികളായിരിക്കുമ്പോൾ അത് തിന്നാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ 24-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഇറക്കിക്കളഞ്ഞിട്ട് കെരൂബുകളെ അവിടെ നിർത്തി തിരിച്ചു കയറി ഇത് തിന്നാൻ പാടില്ല. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ജീവവൃക്ഷം കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പാപത്താലാണ് മനുഷ്യന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാനുള്ള അവകാശം, അനുവാദം നഷ്ടപ്പെട്ടത്. എന്നാൽ പാപപരിഹാരം വരുത്തിയവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ കൊടുക്കുക എന്നത് ദൈവത്തിന്റെ നീതിയാണ് എന്ന് ഓർക്കണം. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെ. മനുഷ്യന് സൃഷ്ടിച്ച നാളിൽ അവർക്ക് ഈ ജീവവൃക്ഷത്തിന്റെ ഫലവും തിന്നാൻ അനുവാദം ഉണ്ടായിരുന്നു. തിന്നരുതെന്ന് പറഞ്ഞത് നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രമേ ഉള്ളൂ. മറ്റേത് തിന്നാം, ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് തിന്നാമായിരുന്നു. പക്ഷെ അതൊന്നും തിന്നാതെ അവര് തിന്നരുതെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പാപികളായി. ആ പാപികളായ ശേഷം അവര് തിന്നാൻ പാടില്ല. എന്നാൽ പാപപരിഹാരം വരുത്തിയവർക്ക് അത് തിന്നാൻ കൊടുക്കുക എന്നത് ദൈവത്തിന്റെ നീതിയാണ് എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പാപപരിഹാരം ആര് വരുത്തുമോ അവർക്ക് പിന്നെയും അത് തിന്നത്തക്കവണ്ണം ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, ജയിക്കുന്നവനെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക, പാപപരിഹാരം വരുത്തുക. അങ്ങനെ പാപപരിഹാരം വരുത്തിയാൽ അങ്ങനെ വരുത്തുന്നവർക്ക് ഇത് പിന്നെ തിന്നാൻ കൊടുക്കും, തിന്നാനുള്ള അവകാശം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നുണ്ടോ, കൊടുത്തോ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഒരു വാക്യം വായിക്കാം. ഇതേ ആശയം വരുന്നൊരു വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 22:14 ഒന്ന് വായിക്കാം. വെളിപ്പാട് 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താ അവിടുത്തെ ആശയം? അത് വേറൊരു നിലയിലാണ് രക്ഷിക്കപ്പെടുന്ന കാര്യം, വേറൊരു നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 22:14 പറഞ്ഞിരിക്കുന്നത് ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്. അവിടെ പറഞ്ഞിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് തിന്നാനുള്ള അധികാരം, അവകാശം എന്ന ആശയമാണ്. അപ്പൊ ജീവവൃക്ഷത്തിൽ ഒരാൾക്ക് തിന്നാനുള്ള അവകാശം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, തിന്നാനുള്ള അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും. അവിടെ പറഞ്ഞിരിക്കുന്ന ഗോപുരം എന്ന് പറയുന്നത് പുതിയ യെരുശലേമിന്റെ വാതിലിനെ പറ്റിയാണ് ആ ഗോപുരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനത് വീണ്ടും വിശദീകരിക്കാം. അപ്പോൾ നോക്കുക, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാനുള്ള അധികാരം ലഭിക്കാനും പുതിയ യെരുശലേമിൽ പ്രവേശിക്കാനും എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തങ്ങളുടെ വസ്ത്രം അലക്കണം, ജീവിത വസ്ത്രം അലക്കണം. അതിന് ആശയം പ്രത്യേക നിലയിൽ അത് അവതരിപ്പിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെടണം എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെടണം എങ്കിൽ മാത്രമേ പുതിയ യെരുശലേമിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രമല്ല, ജീവന്റെ വൃക്ഷത്തിൽ
ഫലവും തിന്നാനുള്ള അധികാരവും ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് 22-ാം അധ്യായത്തിൽ തന്നെ 1-2 വാക്യം കൂടെ വായിക്കാം. 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. മതി അത്രയും മതി. അത് ഞാൻ അല്പം ഒന്ന് വിശദീകരിച്ചാലേ ചിലപ്പോൾ മനസ്സിലാകുള്ളൂ. പുതിയ യെരുശലേമിനെ പറ്റിയാണ് 22-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്നത്. അവിടെ മാത്രമല്ല 21-ാം അധ്യായത്തിലും പുതിയ യെരുശലേമിനെ പറ്റിയാണ് പറയുന്നത്. പുതിയ യെരുശലേം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ദൈവം നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണത്. അതിന്റെ ഉയരവും 1500 മൈലാണ്. അതിന്റെ ഉയരം, നീളം, വീതി എല്ലാം 1500 മൈലാണ്. അത് സ്വർഗത്തിലാണ് നിർമ്മിക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് സ്വച്ഛ സ്ഫടിക തങ്കം കൊണ്ടാണ്. സ്വച്ഛ സ്ഫടിക തങ്കം എന്ന് പറഞ്ഞാൽ സ്വർഗീയ സ്വർണമാണത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ട്രാൻസ്പെയറന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ആ തങ്കം ട്രാൻസ്പെയറന്റ് ആണ്. അകത്ത് എന്തുണ്ടെങ്കിലും അത് പുറത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അതാണ് ആ തങ്കത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് പ്രവേശിക്കാൻ അവകാശം കൃപായുഗത്തിലെ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇതിനകത്ത് പ്രവേശിക്കാനുള്ള അവകാശം. ഈ പുതിയ യെരുശലേമിൽ പ്രവേശിക്കാൻ എപ്പോഴാ പ്രവേശിക്കുന്നതെന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ ഇനി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ മധ്യാകാശ വരവാണ്. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ട് മരിച്ചുപോയവരെയും ജീവനോട് ഇരിക്കുന്നവരെയും തന്റെ അടുക്കൽ ചേർത്ത് കഴിഞ്ഞാൽ മധ്യാകാശത്തിൽ ചേർത്ത് അവിടെ വെച്ച് അവർക്ക് നീതിയുടെ ന്യായാസനത്തിന്റെ മുൻപിൽ അവർക്ക് അർഹതപ്പെട്ട പ്രതിഫലങ്ങൾ കൊടുത്തതിന് ശേഷം അവരുമായി സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തിൽ 7 വർഷം അവര് ത്രിയേക ദൈവത്തിന് ചുറ്റുമിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കും. 7-ാം വർഷത്തിന്റെ അവസാനം കുഞ്ഞാടിന്റെ കല്യാണം നടക്കും സഭയുമായിട്ടുള്ളത്. അതിനുശേഷം കുഞ്ഞാടും സഭയും ദൂതന്മാരും ഒക്കെ ആയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ശേഷം 1000 ആണ്ട് ഈ ലോകത്തെ യേശു ക്രിസ്തു യെരുശലേമിൽ ദൈവാലയം പണിത് അതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് സിംഹാസനം വെച്ച് ഈ ലോകത്തെ യേശു കർത്താവ് ഭരിക്കും. യേശു കർത്താവിനോട് കൂടെ സഭയിൽ സഭാംഗങ്ങളായി അഥവാ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവരായി അർഹതപ്പെട്ടവരും ഭരണത്തിൽ കാണും. കർത്താവിനോട് കൂടെ എല്ലാവരും കാണും, പക്ഷെ ഭരണത്തിൽ അർഹതപ്പെട്ടവരെ കാണുകയുള്ളൂ. അത് നമ്മൾ തുയത്തേര സഭയ്ക്കുള്ള ദൂത് പഠിക്കുമ്പോൾ അത് പഠിക്കുന്നതാണ്. അപ്പൊ അവര് ഭരിക്കും. അതിന്റെ 1000 ആണ്ടിന്റെ ഒടുവാകുമ്പോൾ പുതിയൊരു ആകാശവും പുതിയ ഭൂമിയും 1000 ആണ്ട് കഴിഞ്ഞുണ്ടാക്കും. അപ്പോൾ സഭയും നമ്മുടെ കർത്താവും കൂടെ നേരെ തിരിച്ചു പിന്നെ സ്വർഗത്തിൽ പോകും. 1000 ആണ്ടിന്റെ ഒടുവിൽ വെള്ളസിംഹാസനവും വെച്ച് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ പുതിയ യെരുശലേമിൽ പ്രവേശിക്കും. പുതിയ യെരുശലേം അവിടെ കിടക്കുക. അതിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ ആ പുതിയ യെരുശലേം പുതിയ ഭൂമിയിലേക്ക് വരും. പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് വരും. ആ പുതിയ യെരുശലേമിനകത്ത് അതിന്റെ നടുവിലൂടെ ഒരു വഴിയുണ്ട്. അത് സ്വർണ്ണ വഴിയാണ്. ആ മുകളിൽ നിന്ന് താഴെ വരേക്കും ആ വഴി നിൽക്കും. 1500 മൈൽ എങ്കിലും ഉണ്ട് അതിന്റെ നീളം. ആ വഴിയുടെ അതും സ്വച്ഛ സ്ഫടിക തങ്കം കൊണ്ടാണ് ആ വഴി. അതിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് ജീവജല നദി എന്നാണ്. ഇനി നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട് 22-ന്റെ 2. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ആരാ ഉള്ളത്, വസിക്കുന്നത്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അത് കൂടാതെ അതിനകത്തുള്ളത് കൃപായുഗത്തിലെ വിശ്വാസികളാണ്, കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ്. അപ്പൊ ആ നദിയുടെ ഇരുകരയിലും നിറയെ ജീവവൃക്ഷം നിൽക്കുക. അതിന്റെ ഫലം അതിനകത്തുള്ളത് നമ്മളാണ്, ജയിച്ചവരാണ്, കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവരാണ് അതിനകത്തുള്ളത്. അവർക്ക് മാത്രമേ അതിനകത്ത് സ്ഥിരവാസമുള്ളൂ, അത് താമസിക്കാൻ അവകാശമുള്ളൂ.
അവർക്ക് അതിന്റെ ഫലം തിന്നാനായിട്ട് പറ്റും. ഇതാണ് നമ്മളിപ്പോൾ വായിച്ച ജയിക്കുന്നവർക്ക് പരദീസയിലുള്ള, പരദീസ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം. അത് പൂന്തോട്ടം എന്നാണ് അതിന്റെ അർത്ഥം. സോറി, പൂന്തോട്ടം എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും അതിന്റെ കുറച്ചുകൂടി ലളിതമായ അർത്ഥം ദൈവസന്നിധി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അത് മനസ്സിലാക്കാനായിട്ട് കർത്താവിനോടുകൂടെ ക്രൂശിച്ച ഒരു കള്ളനോട് പറയുന്നുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന്. നമ്മുടെയൊക്കെ മരണത്തെ പറ്റി, വിശ്വാസികളുടെ മരണത്തെ പറ്റി പറയുന്നത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ എന്നാണ്. അപ്പോൾ ദൈവസന്നിധി എന്നുള്ള ഒരു ആശയം അതിനെടുത്താൽ മാത്രം മതി. അപ്പോൾ അതിന്റെ അർത്ഥം ഇത് ദൈവസന്നിധി എന്നാണ് പർദീസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവസന്നിധിയാ, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് ഈ പുതിയ യെരൂശലേമിൽ. അവിടെയാണ് നമ്മളും വസിക്കുന്നത്. അതിന്റെ ഇരുകരയിലും നിറയെ വൃക്ഷങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, 1500 മൈൽ നീളമുള്ള നദിയുടെ ഇരുകരയിലും എന്ന് പറഞ്ഞാൽ 3000 മൈലോളം സ്ഥലത്ത് ഈ നിറയെ ഈ വൃക്ഷം നിൽക്കുകയാണ്. പിന്നെ അതിലെ ഓരോ മാസവും വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാകത്തക്കവണ്ണമേ പറയാൻ പറ്റൂ. ജനുവരിയിൽ ഒരു തരം ഫ്രൂട്ട്, ഫെബ്രുവരി വേറൊന്ന്, മാർച്ചിൽ വേറൊന്ന്. അത് അങ്ങനെ തന്നെയാണോ അവിടെ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായ പഴങ്ങൾ അതിലുണ്ടാകും. അത് തിന്നാം ഇതിനകത്തുള്ളവർക്ക്. തിന്നാൻ വിശപ്പിന് വേണ്ടി തിന്നുകയല്ലത്, അവർക്ക് ദൈവത്തിന്റെ ഒരു നീതിയാണ്. നമ്മൾ കണ്ടു, പാപം ചെയ്തതിനാൽ അവർക്ക് നിഷേധിക്കപ്പെട്ട ആ ഫലം പിന്നെ തിന്നാനായിട്ട് പാപപരിഹാരം വരുത്തിയവർക്ക് ദൈവം അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത്, അവസാനിപ്പിച്ചത് ഇതാണ്: ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ് നമ്മൾ. ഒരർത്ഥത്തിൽ നിത്യത അവിടെയാണ്. അതിൽ വസിക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ടായിട്ടല്ല, പക്ഷെ ഒരിക്കൽ നിഷേധിച്ച അനുഗ്രഹിക്കപ്പെട്ട ജീവഫലം തിന്നാൻ ദൈവം നമുക്ക് അവസരവും അനുവാദം തരുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിച്ചത് എഫെസോ സഭയുടെ തിന്മയാണ്. അത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. എന്താണ് ആദ്യ സ്നേഹം? നമ്മൾ ചിന്തിച്ചു. ദൈവത്തോടുള്ള ആ സ്നേഹം, ആത്മീയ കാര്യങ്ങളോടുള്ള തീഷ്ണതയും താല്പര്യവും. 2, ദൈവമക്കളോടുള്ള ദൈവസ്നേഹം. ഇത് രണ്ടിനും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. അത് വലിയ തെറ്റായി കർത്താവ് കാണുകയാണ്. ബുദ്ധി ഉപദേശമായിട്ട് അവർക്ക് കൊടുത്തത് 3 കാര്യമാണെന്ന് നമ്മൾ ഓർത്തു. 1, ആദ്യം ഏതിൽ നിന്ന് വീണിരിക്കും, എന്ത് തെറ്റാ നമ്മൾ ചെയ്ത്. ഇത് വലിയൊരു തെറ്റ്. ദൈവസ്നേഹം കുറഞ്ഞുപോയി എന്നുള്ളത്, ദൈവത്തോടുള്ള സ്നേഹവും ദൈവമക്കളോടുള്ള സ്നേഹവും കുറഞ്ഞത് വലിയ തെറ്റാണെന്ന് ഹൃദയപൂർവ്വം ബോധ്യം വരിക 1. രണ്ടാമതായിട്ട് മാനസാന്തരപ്പെടുക. നമ്മുടെ ഹൃദയം ശരിക്കും മാറണം, കർത്താവിന്റെ ഹൃദയം പോലെ ആവണം. അതിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമാണ് മുടിയൻപുത്രന്റെ മനസ്സ് മാറിയതുപോലൊരു മനസ്സ് നമുക്ക് വേണം. ദൈവം നോക്കുന്നത് ആ മാനസാന്തരമാണ്. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. മാനസാന്തരം ഇല്ലാതെ വേണമെങ്കിൽ ആദ്യത്തെ പ്രവൃത്തി ചെയ്യാം, അത് വേണ്ട. മാനസാന്തരമാണ് വേണ്ടത്. കർത്താവ് ഹൃദയത്തെയാണ് നോക്കുന്നത്. നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്, അതുകൊണ്ട് നോക്കുമ്പോൾ ആ മാനസാന്തരം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എല്ലാം സ്നേഹത്തിൽ ചെയ്യണം എന്ന് നമ്മൾ ഓർത്തു. ബുദ്ധിയോപദേശവും നമ്മൾ ഓർത്തു. മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യം നമ്മൾ ദൈവത്തോട് നമുക്ക് ഒറിജിനലി എന്ത് സ്നേഹമുണ്ടായിരുന്നു, ദൈവജനത്തോട് എന്ത് സ്നേഹം ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. പിന്നീട് നമ്മൾ കണ്ട ഒരു കാര്യം, ദൈവസഭയോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കണം. നമ്മിലൂടെ സംസാരിക്കട്ടെ, അത് പക്ഷെ പരിശുദ്ധാത്മാവ് തരാത്ത ഒരക്ഷരം പോലും ദൈവസഭയിൽ പറയരുത്. ദൈവസഭയ്ക്ക് ദോഷം വരുന്നത് ആയിട്ടത് പോകും. നമ്മൾ ദൈവം തരാത്തത്, ദൈവത്തിന്റെ ആത്മാവ് തരാത്ത പറഞ്ഞാൽ അത് വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും. ഒടുവിൽ നമ്മൾ കണ്ടത്, ജയിക്കുന്നവന്, രക്ഷിക്കപ്പെടുന്നവർക്ക് പാപം ചെയ്തതിനാൽ നഷ്ടപ്പെട്ട ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ ദൈവം അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അത് പുതിയ യെരൂശലേമിലാണ് ആ ജീവവൃക്ഷം കാണുന്നത്. അതിനെ പരദീസ എന്നും പറയാം, ദൈവസന്നിധി എന്നും പറയാം. അത് തിന്നാനുള്ള അധികാരം കൊടുക്കുന്നു, അവകാശം കൊടുക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഈ അനുഗ്രഹീത ഭാഗ്യം ദൈവം നമുക്കാണ് വെച്ചിരിക്കുന്ന, കൃപായുഗത്തിലെ ദൈവമക്കൾക്കാണ്. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അറിയാം, അനേക യുഗങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും
ഏറ്റവും മനോഹരമായ യുഗം കൃപായുഗമാണ്. ആ കൃപായുഗത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ. ഏറ്റവും അധികം നന്മ, ആത്മീയ അനുഗ്രഹങ്ങളും നന്മയും ലഭിക്കുന്നവർക്കാണ്. കർത്താവ് ഈ ഭാഗ്യകരമായ കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരം തരികയും രക്ഷിക്കപ്പെടാൻ അവസരം തരികയും ചെയ്ത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പറഞ്ഞതിനകത്തെ ഒരു ഡൗട്ട്, പുതിയ യെരൂശലേമിൽ ഉള്ളവർ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവർ മാത്രമാണെന്ന്. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ അതിനകത്ത് വരത്തില്ല? ശകലം കൂടെ ഉച്ചത്തിൽ പറയാമോ? എനിക്ക് ഇന്ന് പറഞ്ഞതിനകത്ത് പുതിയ യെരൂശലേമിലുള്ളവർ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ അവിടെ കാണത്തില്ല? ഇല്ല. പുതിയ യെരൂശലേമിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. തെളിവ് തരാം. ഞാൻ തെളിവിടെ പറഞ്ഞ ഇന്ന് അവസാനിപ്പിക്കാം. തെളിവ് തരാം. 21 അധ്യായം 9 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 21:9. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാട്ടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ നഗരം എന്ന് പറയുന്നത് പുതിയ യെരൂശലേമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വിശുദ്ധ നഗരം, അവിടെ യെരൂശലേം എന്ന വിശുദ്ധ നഗരം എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ യെരൂശലേമിനെ പറ്റിയാണ്. അപ്പോൾ എന്ത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്? യോഹന്നാനോട് പറഞ്ഞത് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കാണിച്ചു കൊടുത്തത് ഈ പുതിയ യെരൂശലേമാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? പുതിയ യെരൂശലേമിൽ മണവാട്ടി മാത്രമേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഇച്ചിരൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, നമുക്ക് അതിനകത്തോട്ട് നോക്കിയാൽ, ഈ പുതിയ യെരൂശലേമിലോട്ട് നോക്കിയാൽ അതിനകത്ത് വസിക്കുന്നവരെ എല്ലാം കാണാം. കാരണം നമ്മൾ ചിന്തിച്ചത് സ്വച്ഛ സ്ഫടിക തങ്കം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ പറയേണ്ടത് മണവാട്ടിയെയും പഴയ നിയമസഭയിലുള്ളവരെയും കാണിക്കാമെന്നാണ് പറയേണ്ടത്. അങ്ങനെയല്ല പറയുന്നത്. മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് പുതിയ യെരൂശലേമാണ്. അപ്പോൾ പുതിയ യെരൂശലേമിനകത്ത് പുതിയ നിയമസഭ മാത്രമേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ശകല സമയം കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. മുമ്പേ അൺമ്യൂട്ട് ലോക്കായിരുന്നു. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം ഇപ്പം, എന്നിട്ട് സംസാരിക്കാം. ഇല്ലെന്ന് വിചാരിക്കാം അല്ലേ? ഞാൻ കേൾക്കുന്നില്ല ഇങ്ങോട്ടൊന്നും. ഇല്ല, ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, സംശയം ഇല്ലെന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച എപ്പോ വേണേലും ചോദിക്കാം. അല്ലെ എനിക്ക് പിന്നെ എന്റെ വാട്സാപ്പിൽ ഇട്ട് തന്നാലും ഞാൻ പറയാൻ മറുപടി. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം കർത്താവിന്റെ ദാസനിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു ഇന്ന് രാത്രിയിലത്തേത്. ദൈവജനത്തിന് ആവശ്യമാകുന്ന, ദൈവസഭയ്ക്ക് ആവശ്യമാകുന്ന, സഭയിലെ വിശ്വാസികൾക്ക് ആവശ്യമാകുന്ന, ദേവദാസന്മാർക്ക് ആവശ്യമാകുന്ന ദൂതായിരുന്നു ഇന്ന് രാത്രിയിൽ നമ്മൾ കേൾപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ അഭിഷിക്തനെ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇനിയും കൂടുതലായി കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ ഇനി അനേകർക്ക് തന്റെ ക്ലാസ്സുകൾ പ്രയോജനമാകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോഴ് ബ്രദർ ഗിന്നർ ഇപ്പോഴെ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ഇപ്പോഴെ അവസാനിപ്പിക്കുന്നത്. യോഹാനും പ്രശ്നമുള്ള സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അല്പസമയം ദൈവമേ ദിവസത്തിൽ കടന്നു വരുവാനും ദൈവദിനം പഠിപ്പാനും തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
ദൈവമേ കേൾപ്പിക്കപ്പെട്ട വചനം ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ നീയോട് സഹായിക്കുമാറണം പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവമേ പഠിപ്പിക്കാനായി കടന്നു വന്ന ദേവദാസന ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനേകർക്ക് ദൈവമേ ഇത് പ്രയോജനപ്പെടുവാൻ ദൈവമേ നീയോട് ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആദ്യ സ്നേഹത്തിലേക്ക് ആദ്യ പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ മടങ്ങി ചെല്ലുവാൻ ദൈവമേ നീയോട് ഇടയാക്കുമാറണം പ്രാർത്ഥിക്കുന്നു. ഒരു മാനസാന്തരത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകണമേ. ദൈവമേ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വരും ദിവസങ്ങളിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമേ നീയോട് ഇടയാക്കുമാറണം പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിനും ദൈവമേ അനുഗ്രഹത്തിനും അത് ദൈവമേ ഹല്ലേലൂയ മുൻപോട്ടുള്ള യാത്രയ്ക്ക് കാരണമായി തീരുവാൻ ദൈവമേ നീ ഇടയാക്കുമാറണം പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യമാണ് ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും ഇന്ന് രാത്രിയിൽ കേട്ടതിനോട് കൂടെയും കുലോകത്തിലുള്ള എല്ലാ വിശന്മാരോട് കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണം. കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ഒരുമിച്ചായിരിക്കാനും പലയിടങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ ഇപ്രകാരം കൂടി വരുവാനും ഒരുമിച്ചായിരിക്കാനും കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. വരുന്ന വ്യാഴാഴ്ച സെയിം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.